ആപ്യം, ഉത്പാദ്യം, വികാര്യം. അടുത്തത് സംസ്കാര്യം, സംസ്കരിപ്പിക്കുക, ശുദ്ധീകരിക്കുക. സ്വർണ്ണം, ഇപ്പൊ കഴുത്തിലിരിക്കുന്ന സ്വർണം ഇതുപോലെയല്ല കിട്ടിയത്. പിന്നെയോ അത് എന്താ മണ്ണിന്റെ അടിയിൽ നിന്ന് ഇതിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അതിനെ സംസ്കരിച്ചതാണ്. ഇങ്ങനെ സംസ്കരിച്ച് നമ്മൾ പലതും ചെയ്യുന്നുണ്ട്. ഇത്രയേ സാധിക്കും. ഇതിന്റെ അപ്പുറത്ത് വേറെ ഒന്നുമില്ല. അപ്പൊ ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാ. ഏത്? ഉത്ക്ഷേപണം, അവക്ഷേപോ, ഗമനം ച പ്രസാരണം, ആകുഞ്ചനം ഇതി പ്രാഹു കർമ്മ പഞ്ചവിധം ബുധാഹ. ഇതൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് അറിഞ്ഞേക്കണം ആദ്യേ. ആളുകളുടെ വിചാരം, ഓ കർമ്മം എന്ന് പറഞ്ഞാൽ അപ്പൊ ഇതൊക്കെ സാധ്യതമാണ്. ഇതൊക്കെയാണ് ഇതിന്റെ എന്താ പറയാ മേഖലകള്. ഇതിന് കടന്നു ചെല്ലാവുന്ന ഇടങ്ങള്, കർമ്മത്തിന്റെ മേഖലകൾ ഇതൊക്കെയാണ്. നമുക്കിങ്ങനെ സംസ്കരിപ്പിക്കാം, പരിണമിപ്പിക്കാം. പല പരിണാമങ്ങളും, പല പ്രകാരത്തിലുള്ള പരിണാമങ്ങൾ സാധ്യതമാണ്. അതുപോലെ നമുക്ക് പലയിടത്തും എത്തിച്ചേരാം. ഇവിടെ നിന്ന് നിങ്ങൾക്ക് അമേരിക്കയിൽ പോവാം, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം. അതൊക്കെ കർമ്മം കൊണ്ട് സാധ്യമാണ്. അതിനൊക്കെ നമുക്ക് അധികാരമുണ്ട്. ഇതൊക്കെ നമുക്ക് അധികാരമുണ്ട് എന്ന് പറഞ്ഞാൽ അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. എന്തില് അധികാരമില്ല? ഫലേഷു കഥാചന മ. ഫലത്തിൽ ഒരിക്കൽ പോലും. കഥാചന എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും. ഒരാള് കഥ എഴുതിയിട്ട് പത്രത്തിന് അയച്ചു കൊടുത്തു. പത്രം അത് ഇട്ടു. ഒരു ഞായറാഴ്ച. ഇയാള് നിരന്തരം എഴുതി അയക്കുന്നതാണ്. ശരി, ഒന്ന് പ്രോത്സാഹിപ്പിക്കാം, യുവ എഴുത്തുകാരനല്ലേ എന്ന് വിചാരിച്ച് അവര് കഥ ഇട്ടു. അതിൽ അപ്പൊ ഇദ്ദേഹം പ്രതിഫലം ചോദിച്ചുകൊണ്ട് ഒരു ചിട്ടി, ഒരു കത്തെഴുതി. അപ്പൊ ഇവിടുന്ന് അതിന് ഒരു മറുപടി അദ്ദേഹം എഴുതി, മാ ഫലേഷു കഥാരചന. ഇത് ഗീതയിലുള്ളതാണ് അത്ര. ഗീതയിൽ അങ്ങനെയില്ല. മാ ഫലേഷു കഥാചന, കഥാരചന എന്നില്ല എന്ന് പറയാം. അതുകൊണ്ട് കഥാരചനയിൽ ഫലം കാണണ്ട. കഥാചന എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും ഫലത്തിൽ ഇച്ഛ വേണ്ട. അപ്പൊ ഫലത്തിൽ ഇച്ഛ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഇങ്ങോട്ട് വരുന്നു, എന്റെ കർമ്മം എനിക്ക് മുൻപിൽ തന്നെ സീറ്റ് കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടി വരരുത്. വന്നാലോ വിഷമ. വരുന്നു, എവിടെയെങ്കിലും സീറ്റ് കിട്ടിയാൽ ഇരിക്കാം. മുൻപിൽ തന്നെ എനിക്ക് ഇരിക്കണം എന്ന ഫലത്തിൽ വന്നാൽ ദുഃഖം വരും. മുന്നിലോ പിറകിലോ എവിടെയെങ്കിലും ഇരുന്നാ മതി എന്ന മട്ടിൽ വന്നാലോ, ഇരിക്കുക, എവിടെയായാലും സീറ്റ് പിടുത്തം എന്നുള്ളതൊരു വിഷയമേ അല്ല നമ്മുടെ മനസ്സിലെങ്കിൽ നമുക്ക് അതുകൊണ്ടുണ്ടാവുന്ന ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതില് ആഗ്രഹം വേണ്ട എന്ന് പറയാം. ഏതില്? ഫലത്തില്. അല്ലാതെ ഒരാൾ പറഞ്ഞു, എന്താണ്, ഒരാൾ ജോലി ചെയ്തിട്ട് അദ്ദേഹം കൂലി ചോദിച്ചു. അപ്പൊ അദ്ദേഹത്തിനോട് പറയാ, രാമ, ഓ നീ ഹിന്ദു അല്ലേ? അതെ. ഹിന്ദുവിന്റെ പ്രമാണമല്ലടോ ഭഗവത്ഗീത? അതെ. ഏമാനെ? അതെ. അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, കർമ്മണ്യേ വാധികാരസ്ഥേ മാഫലേഷു കഥാചനാന്ന്. എടോ, കർമ്മം ചെയ്യാനേ നിനക്ക് അധികാരമുള്ളൂ, വയലില് ജോലി ചെയ്യാനേ അധികാരമുള്ളൂ, കൂലി ചോദിക്കരുത്. അറിയോ? ഓ എന്ന് പറഞ്ഞു. അദ്ദേഹം ഓർത്തു. എന്നിട്ടോ ഒന്നങ്ങോട്ട് കൊടുത്തു ഏമാനെ, ഒരടി. ഇതെന്തായി ചെയ്തത്? അതെ, അങ്ങേക്കും പ്രമാണമല്ലേ ഗീത? അതെ. തുല്യനിന്ദാ സ്തുതിർമൗനി സന്തുഷ്ടോ ഏന കേനചിത്. അതായത് അടി കിട്ടിയാലും, ആ ശ്ലോകമൊക്കെ വരാൻ പോണേയുള്ളൂ, അപ്പം പറയാം, അടി കിട്ടിയാലും എല്ലാറ്റിനെയും സമത്വത്തോടുകൂടി കാണണം. അതായത് ഇങ്ങനെ കൂലി ചോദിക്കുമ്പം കൂലി കൊടുക്കാതിരിക്കാൻ വേണ്ടി ഉദ്ധരിക്കാനുള്ളതല്ല ഗീത. ഗീത ഒരു ശാസ്ത്രമാണത്. ആ ശാസ്ത്രം പറയുമ്പം അതിൻ്റെതായിട്ടുള്ള അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി തന്നെ കാണണം. നിങ്ങൾ ചെയ്യുന്ന
ജോലിക്ക് കൂലി എന്നുള്ളത് ഇവിടെ വിഷയമല്ല. നമ്മുടെ ആചാര്യന്മാര് പറയുന്നത് നാം ചെയ്യാൻ നിർബന്ധിതരാണ്. കാരണം നമ്മുടെ അവകാശമാണത്. എനിക്കിത് ചെയ്യണം എന്നുള്ളത് എന്റെ അവകാശമാണ്. ഫലത്തില്, അതായത് ആദ്യം ഈ കർമ്മ ഫലവും അതുപോലെ അതിന്റെ നമ്മൾ പറയുമല്ലോ, ഈ അവകാശങ്ങൾ തന്നേ തീരൂ, അന്നേ തീരൂ ഞങ്ങളുടെ സമരം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ സമരം ഉണ്ടാക്കുമല്ലോ. നമ്മുടെ കർത്തവ്യമുണ്ട്. മുതലാളിക്ക് വേണമെങ്കിൽ പറയാം, കർത്തവ്യങ്ങൾ ചെയ്തേ തീരൂ, അന്നേ തരൂ കാശ് എന്ന് അവർക്ക് പറയാം. അപ്പൊ കർത്തവ്യം എന്നത് വേരാണ്. ഈ വേര് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്, എന്നാലേ ഫലം ഉണ്ടാവുള്ളൂ. ഇത് വേരൊന്നും പറ്റില്ല, പിന്നെയോ ഫലം മാത്രം വേണം, അത് പറ്റില്ല എന്ന് പറയാം. വേരിറങ്ങണം. ഒരു വൃക്ഷത്തിന്റെ ഫലമുണ്ടാകുന്നതിന് ആ ഫലത്തിന് സ്വാദും ആ ഫലത്തിന് പോഷകങ്ങളും എല്ലാം കൊടുക്കുന്നത് വേരിന്റെ താഴ്ചയിലാണ്. ആ വേര് ജലത്തെ അന്വേഷിച്ച് പോകുന്നതിലൂടെയാണ്. ആ വേരിന് കിട്ടുന്ന ജലമാണ് ഈ ഫലത്തിന്റെ, അത് അദൃശ്യമാണ് എന്ന് പറയാം. കർത്തവ്യം മറന്നു പോകരുത്. പക്ഷെ നമ്മുടെ നോട്ടം മുഴുവൻ ഈ ഫലത്തിലാണ്. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ഇത് നമ്മുടെ കർത്തവ്യമാണ്. കർത്തവ്യമാണ് ചെയ്യുക എന്നത്. അതാദ്യം നടക്കട്ടെ. ഇതല്ല. ഒരാളോട് ചോദിച്ചു, റിട്ടയർ ആയില്ലേ? ഓ ആയല്ലോ, ഇനി മിഷനിലൊക്കെ വന്നൂടെ? മിഷൻ എന്ന് കേട്ടപ്പോ അദ്ദേഹം ചോദിച്ചു, എന്താ കമ്മീഷൻ? എന്ത് കമ്മീഷൻ? എന്ത് കമ്മീഷനാണ് കേൾക്കുന്നത്? കേൾക്കുന്നതേ അങ്ങനെ. കമ്മീഷൻ ഇല്ലാത്ത ഒരു പരിപാടിയില്ല. മാ ഫലേഷു, ഫലത്തെക്കുറിച്ച് ചിന്ത വേണ്ട എന്ന് പറയുന്നത് ഒരു സത്യമാണ്. സ്വാമി, ഫലചിന്ത ഇല്ലാതെ എങ്ങനെ ജീവിക്കും? ഇപ്പൊ ജീവിക്കുന്നുണ്ടോ ഫലചിന്ത ഉണ്ടായിട്ട്? ആകെ അസ്വസ്ഥത മാത്രമല്ലേ ഉള്ളൂ. അല്ല, അങ്ങനെയല്ല. എന്നാലും ഫലചിന്ത വേണ്ടെന്നാണോ സ്വാമി പറയുന്നത്? അതായത് ഇപ്പൊ സ്വാമി ഇപ്പൊ പറഞ്ഞു വരുന്നത്, ഒരു കുട്ടി ഉണ്ടെങ്കിൽ കുട്ടി പഠിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ട, അപ്പോ അവൻ പരീക്ഷയ്ക്ക് പാസ്സാവാതിരിക്കോ, ജോലി കിട്ടുമോ, ഒന്നും ചിന്തിക്കേണ്ട എന്നാണോ പറയുന്നത്? നമ്മൾ ഇങ്ങനെയാണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോവുക. ഒരു രക്ഷയില്ല അങ്ങനെ ആവുമ്പോ. ഒന്ന് പറയുന്നതൊന്ന് സാവകാശം കേട്ട് അതൊന്ന് എന്താ പറയുക, ഒന്ന് മനനം ചെയ്യാനുള്ള സാവകാശം നമ്മൾ എടുക്കാറില്ല. പെട്ടെന്ന് നമ്മൾ വിഷയത്തെ അങ്ങോട്ട് എന്താ പറയാ പരിസമാപിപ്പിക്കും, കൺക്ലൂഡ് ചെയ്യുമെന്ന് പറയാം. അപ്പൊ സ്വാമി പറയുന്നത് ജോലി ഇങ്ങനെ ചെയ്തോളാം, കൂലി കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും. അതല്ല പറഞ്ഞത്. ഗീത പറയുന്നതും അതല്ല. ഒന്ന്, നാം നമ്മുടെ കർത്തവ്യം നമ്മൾ നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തത്. ഫലം എന്നത് അദൃശ്യമാണ്. അതിനിപ്പം കൈ അടിക്കുക എന്നുള്ളത് എന്താണ്? കർമ്മമാണ്. ഇത് സാധിക്കാവുന്നതാണ്. ഇതിന്റെ കർമ്മഫലം ശബ്ദമാണ്. ഈ ശബ്ദത്തിൽ എനിക്ക് സ്വാതന്ത്ര്യം ഇല്ല. ശബ്ദം ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അടിച്ചാൽ ശബ്ദം ഉണ്ടാവാതിരിക്കുമോ? ഈ എറണാകുളം മുഴുവൻ കേൾക്കണം എന്ന് പറഞ്ഞ് അടിച്ചാൽ മുഴുവൻ കേൾക്കുമോ? അത് എന്നെ ആശ്രയിച്ചിട്ടല്ല, അത് മറ്റു പലതിനെയും ആശ്രയിച്ചിട്ടാണ്. കർമ്മഫലം എന്നത് മഹർഷി പറയും, കർത്തുരാജ്ഞയാ പ്രാപ്യതേ ഫലം കർമ്മ കിം പരം കർമ്മ തജ്ജടം കൃതിമഹോദതോ പതനകാരണം ഫലമശാശ്വതം ഗതിനിരോധകം ഈശ്വരാർപ്പിതം നേച്ഛയാകൃതം ചിത്തശോധകം മുക്തിസാധകം. രമണ മഹർഷി കർമ്മയോഗത്തെ വളരെ ഭംഗിയായിട്ട് സംഗ്രഹിച്ചിട്ടുണ്ട് ഈ രണ്ട് ശ്ലോകം കൊണ്ട്. കർത്തുഹു ആജ്ഞയാ പ്രാപ്യതേ ഫലം കർമ്മ കിം തജ്ജടം. കർമ്മം ജഡമാണ്, അത് ചൈതന്യമുള്ളതല്ല. അതിനെ ചേതനയുള്ളതാക്കുന്നത് മറ്റൊന്നാണ്. അതുകൊണ്ട് തന്നെ അതിന് കർമ്മഫലത്തിൽ അധികാരവുമില്ല. നമുക്ക് അരച്ചു തരുന്ന ചമ്മന്തിയിൽ മിക്സിക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല. കാരണം ഇലക്ട്രിസിറ്റി വേറൊരുവൻ അതിലുണ്ട്. അവന്റെ സാന്നിധ്യത്തിൽ ഞാൻ കറങ്ങിയല്ലോ, അതുകൊണ്ട് കറങ്ങാനേ നിനക്ക് അധികാരമുള്ളൂ. നീ ചമ്മന്തിയിൽ ആഗ്രഹം വെച്ച മോനെ ബുദ്ധിമുട്ടാണ്. കർത്തുഹു ആജ്ഞയാ പ്രാപ്യതേ ഫലം.
അതുപോലെ തൈരാവും എന്ന് കരുതിയിട്ട് നിങ്ങൾ വിരുന്നുകാരൊക്കെ വരുന്നുണ്ട്, അപ്പൊ അധികം പുളിപ്പില്ലാത്ത ഒരു നിങ്ങളുടെ ഒരു മനസ്സിലെ ഒരു തൈരുണ്ടല്ലോ, ആ ഒരു കോലനോ ഓളനോ എന്താ അതിന് പറയാ, ഉണ്ടാക്കാൻ ഒരു കാളൻ ഇല്ലേ, എന്തെങ്കിലും ആവട്ടെ, ആ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു പാകത്തിനുള്ള ഒരു സങ്കല്പത്തിൽ നിങ്ങൾ അതിനെ ഉറയൊഴിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ ആവണം എന്നില്ല. പിന്നെ നിങ്ങൾ പലപ്പോഴും വിഷമിക്കും, ആ കാളൻ വേണ്ട പോലെ ആയില്ല എന്ന്. ആ കാലൻ വന്നതോടുകൂടി ആ കാളനും പോയി. അതെ, കാരണം അത് അദൃശ്യമാണ്. പലപ്പോഴും നമ്മൾ പല വിധത്തിൽ ശ്രമിക്കാറില്ലേ, നടക്കാറില്ലല്ലോ. അതിൽ അദൃശ്യമായിട്ടുള്ള ചില കരങ്ങളുണ്ട്, അതിൽ കാലമുണ്ട്. കാലം എന്നത് വലിയൊരു ഘടകമാണ്, നമ്മളതിനെ കണക്കാക്കാറില്ല കാലത്തെ. ഇപ്പൊ കർമ്മഫലത്തിൽ നമുക്ക് അധികാരം ഇല്ല എന്ന് പറഞ്ഞാൽ അത് വരും, അത് വന്നോളൂ. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയേ വേണ്ട. പക്ഷെ നമ്മുടെ ചിന്ത ഇപ്പൊ അതിലാണ്, ഇതിലില്ല. അതേ ഈ കുഴപ്പം. അത് മറ്റു പലതിനെയും ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് കൂലി മുതൽ എല്ലാം. എന്തൊക്കെ ആഗ്രഹങ്ങൾ നമുക്കുണ്ട്, ഈ ആഗ്രഹങ്ങളോടുകൂടിയൊക്കെ നമ്മൾ എത്ര കാലമായി കർമ്മം ചെയ്യുന്നു, എന്നിട്ട് നമുക്കിതൊക്കെ വേണ്ടതുപോലെ കിട്ടിയിട്ടുണ്ടോ? പലപ്പോഴും കിട്ടിയതൊക്കെ അവിചാരിതമായിട്ട് കിട്ടിയിട്ടുള്ളതല്ലേ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ കിട്ടിയിട്ടുള്ളതല്ലേ അല്ലേ? കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും മറ്റ് എന്ത് ജോലിയുടെ കാര്യത്തിലാണെങ്കിലും വിവാഹത്തിന്റെ കാര്യത്തിലാണെങ്കിലും വീടിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം എന്തൊക്കെ ഉണ്ടോ എന്തൊക്കെ ഇല്ലാത്തതുണ്ടോ എല്ലാം അങ്ങനെയാണ്. തിരിഞ്ഞു മറിഞ്ഞ് എന്തൊക്കെയോ എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ എന്നോ ആരൊക്കെയോ ചെയ്തു വെച്ചതാണ് ഞാനിപ്പോ അനുഭവിക്കുന്നതെന്ന് പലരും പറയാറുണ്ട്. കാരണം എന്റെ ജീവിതത്തിൽ ഇതൊന്നും എനിക്ക് വിധിച്ചതാണെന്ന് തോന്നാറില്ല. ചിലർ പറയുന്നു, അയ്യോ എന്റെ ഈശ്വര, ഇതൊക്കെ എനിക്ക് എന്തുകൊണ്ട് വന്നു എന്നാ, കാരണം ഇതിനുള്ള പാപമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഉണ്ട്. അപ്പൊ കർമ്മഫലത്തെ അവർ കാണുന്നത് വളരെ പരിമിതമായിട്ടുള്ള ചില കാര്യങ്ങളുമായി ചേർത്ത് വെച്ചുകൊണ്ടാ ഈ വിശ്വത്തെ മുഴുവൻ. അതായത് സ്വാമിജിയുടെ മുൻപിൽ കർമ്മത്തെ സംബന്ധിക്കുന്ന വലിയൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു യജ്ഞശാലയിൽ. അതൊരു നമ്മളൊക്കെ ചോദിക്കുമല്ലോ, ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ മരിക്കുന്നു. ഒരു കുട്ടി, ചെറിയ കുട്ടിയാ, ആ കുട്ടി നഴ്സറി ക്ലാസ്സിൽ പഠിക്കുന്നതാണത്രേ. നഴ്സറി ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ സ്കൂൾ വാനിലിരുന്ന് കരയാൻ തുടങ്ങി. വീട്ടിൽ സ്കൂളിൽ ഇരുത്തിയപ്പോ അവിടുന്ന് കരയുന്നുണ്ട്. ഇങ്ങനെ ഒരു ജാതി കരച്ചില്, ഒരു ഇങ്ങനെ ഈ ഇടയ്ക്ക് പെയ്യുന്ന മഴയില്ലേ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. അവരത്ര ശ്രദ്ധിച്ചില്ല, മടി കൊണ്ടാണ് അതാണെന്നൊക്കെ പറഞ്ഞു. ഇടയ്ക്ക് ടീച്ചർ ഇങ്ങനെ ഫൂ എന്നൊക്കെ പറയും. ഇപ്പൊ പേടിയുണ്ട്, അതുകൊണ്ട് എന്തായാലും കുറെ കഴിഞ്ഞാൽ കുട്ടി ബോധം കെട്ട് വീണു. അവര് സ്കൂൾ വാനിൽ എടുത്തു കൊണ്ടുപോയി ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും കുട്ടി മരിച്ചു. സംഭവം എന്താന്ന് പറഞ്ഞാൽ വിഷം തീണ്ടിയതാണെന്നാ സംഗതി. കുട്ടിയുടെ ബൂട്ടിന്റെ ഉള്ളിൽ ഒരു കരിന്തേൾ ഉണ്ടായിരുന്നു, നല്ല ഉഗ്ര വിഷമുള്ള കരിന്തേൾ. സംഭവം ഉണ്ടായ സംഭവമാണ്, സ്വാമിജിയുടെ മുൻപിൽ ഉള്ള ചോദ്യമാണ്, ചോദ്യ രൂപത്തിൽ വന്നതാണ് അത്രേ. നമ്മളെ പഠിപ്പിച്ച സ്വാമിജിയാണ് പറഞ്ഞു തന്നത്. സ്വാമിജിക്ക് ഇത് കൈമാറുകയായിരുന്നു എന്നാ. അപ്പൊ ചോദ്യം ഇതാണ്, ഈ കുട്ടി എന്ത് കർമ്മം ചെയ്തിട്ടാണ് ഈ കുട്ടിക്ക് ഇങ്ങനെയൊരു ദുരന്തമായ ഫലം ഉണ്ടാകാൻ? അപ്പൊ നമ്മുടെ മുൻപിൽ നമ്മൾ ഈ കർമ്മവും കർമ്മഫലവും നോക്കിക്കാണുന്നത് ഈ കുട്ടിയെ മാത്രം വെച്ചുകൊണ്ടാണ്. കുട്ടിക്ക് നാം അമിതമായ പ്രാധാന്യം കൊടുക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ കുട്ടിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നാ സ്വാമിജി അതിന് ഉത്തരം പറയുന്നത്. എന്തുകൊണ്ട് തേളും മരിക്കുകയാണ്, തേളിന് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം ഉണ്ടായി? ഒരു ജ്ഞാനിയുടെ തലത്തിൽ നിന്ന് നോക്കുമ്പം തേള് എന്താ പറയുക, ഒരു മാറ്റി നിർത്തേണ്ട ഒന്നല്ല. തേളും തുല്യ പ്രാധാന്യം അർഹിക്കുന്നു. തേളിന്റെ ജീവനും വിലയുണ്ട് ഈ വിശ്വത്തിൽ. ആരാണോ കുട്ടിക്ക് ജന്മം കൊടുത്തത്, ആരാണ് കുട്ടിക്ക് ജീവനേകിയത്, അതേ വിധാതാവ് തന്നെയാണ് തേളിനും ജന്മം കൊടുത്തത്. അതിനും എന്തുകൊണ്ട് ഇങ്ങനെ ദാരുണമായ ഒരു അസഹനീയമായിട്ടുള്ള ഒരു മരണം അതിൻ്റെ ഉള്ളിൽ കിടന്ന് ശ്വാസം മുട്ടി ഈ കുട്ടിയുടെ കാലിന്റെ ഇടയിൽ പെട്ടിട്ട് മരിക്കാൻ ഇടയായി? ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം നമ്മൾ.
അപ്പൊ നമ്മളെപ്പോഴും പറയുന്നത് ഇതാണ്, നമ്മളെപ്പോഴും നമ്മുടേതായിട്ടുള്ള ഒരു എന്റെ അനുഭവങ്ങൾ, എനിക്കിങ്ങനെ വന്നു, ഭർത്താവിന് ഇങ്ങനെ വന്നു, എന്തുകൊണ്ടത്, ഞങ്ങൾ എന്താണ് അതിൽ ചെയ്യേണ്ടത്, ഇങ്ങനെ നമ്മൾ കാണാം. ഈ വിശ്വത്തെ പൂർണ്ണമായി എടുത്തുകൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ കുട്ടികളുടെ കല്യാണത്തിന് മഴ പെയ്യരുത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗണപതി ഹോമോ അല്ലെങ്കിൽ ഹനുമാൻ കോവിലോ അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് ചെയ്യുന്നില്ലേ? നമ്മൾ എന്തറിവില്ല ചെയ്യുന്നത്? ഇത്രയും അറിവുകേട് അല്ലേ അതിന്റെ ലക്ഷണം? ഈ പ്രകൃതിയുടെ വലിയൊരു ഇതിലേക്ക് നമ്മൾ ഇടപെടുകയാണ്, ആ കർമ്മത്തിലേക്ക് നമ്മുടേതായിട്ടുള്ള സ്വാർത്ഥതയുമായി ചെന്നിട്ട്. മഴക്കാലത്ത് പോലും അങ്ങനെ ഒരു കാര്യം നടക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് സങ്കല്പിക്കുക, അയ്യോ മഴ പെയ്യരുതേ എന്ന് വിചാരിച്ച് എന്നാ ഒരു ഗണപതി ഹോമം അങ്ങോട്ട് ചെയ്തേക്കാം. ചിലപ്പോൾ മഴ ഇല്ലാതിരിക്കും, അത് വേറെ കാര്യം, അത് ഈ ഹോമത്തിന്റെ ഗുണം കൊണ്ടൊന്നുമല്ല. എന്നിട്ട് പറയാം, ആവു നന്നായി തിരുമേനി നന്നായി ചെയ്തു, അതുകൊണ്ട് അത് മഴ പെയ്തില്ല. നമ്മുടെ സ്വാർത്ഥതയാണ് അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ. മഴ വേണോ മഴ വേണ്ടേ അതൊക്കെ നിശ്ചയിക്കുന്നത് അദൃശ്യമായിട്ടുള്ള മറ്റു പലതുമാണ്. അതിലൊന്നും നമ്മളെ ഇതാണ് നമ്മൾ അനാവശ്യമായിട്ടുള്ളതിലൊക്കെ ഇടപെട്ടിട്ട് ആവശ്യമുള്ളതിൽ ഇടപെടാതെ ആയപ്പം നമുക്ക് ആവശ്യമേത് അനാവശ്യമേതെന്ന് തിരിച്ചറിയാതെയായി. നിനക്ക് കർമ്മത്തിൽ മാത്രമേ അധികാരമുള്ളൂ. അതിനായിട്ടാണ് നമ്മളെ ഇങ്ങനെ ഭഗവാൻ ഈ വിരലുകളെയൊക്കെ വേർപെടുത്തിക്കൊണ്ട് വെച്ചത് തന്നെ അങ്ങനെയാണ്. ഇതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതിങ്ങനെ ചേർന്നിട്ടല്ല, മറ്റു ജീവജാലങ്ങളെ പോലെയല്ല. ഇതൊക്കെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ടുള്ളതാണ്. കാളിദാസന്റെ ആശ്രമമൃഗത്തിനെ കുറിച്ച് ചിത്രീകരിക്കുന്ന അതിസുന്ദരമായിട്ടുള്ളൊരു ഭാവമുണ്ടല്ലോ, ദൃശ്യമുണ്ടല്ലോ, ഒരു വർണ്ണനയുണ്ടല്ലോ. ആൺമൃഗം പെൺമൃഗത്തിന്റെ കണ്ണ് ചൊറിഞ്ഞു കൊടുക്കുന്നത് കൊമ്പുകൊണ്ട്, അല്ലേ? മൂർത്ത കൊമ്പാണ്. ആ കൂർത്ത കൊമ്പുകൊണ്ട് കണ്ണിന്റെ ഇവിടെ ഇങ്ങനെ ചൊറിഞ്ഞു കൊടുക്കുക അങ്ങനെ. അപ്പൊ ആ ചൊറിയൽ ഇങ്ങനെ ആ സുഖത്തിൽ അങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് മറ്റേത്. നമുക്കൊക്കെ നമ്മുടെ ഭാര്യയെ ഒരു എന്താ പറയാ കോലുണ്ടല്ലോ, ജോൺസൺ ബെഡോ, ഇതിട്ടിട്ട് നീ ഒന്ന് ഇത് എടുത്തു തരൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് കൊണ്ടുവരുമ്പോൾ തന്നെ പേടിയാവും. വേണ്ട വേണ്ട ഇങ്ങോട്ട് തന്നേക്കും, ഞാൻ ഡോക്ടറെ എടുത്ത് പോയിക്കോളാം. സ്വന്തം ഭാര്യയാണ്, പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരാളാണ്, ഇല്ലേ? വേണ്ട വേണ്ട, ഓ മതി 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 മതി, ഒന്നുമില്ല നീ പോയിക്കോ, ഇല്ലേ? ഭയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ പശുവിന്റെ കാതിന്റെ ഉള്ളിൽ നിന്ന് ENT ആണ് മൂപ്പര്, കാക്ക കൊക്ക് ഇറക്കിയിട്ടാണ് അതിനെ എടുക്കുക. എന്തൊരു ധാരണയാണ്, അല്ലേ? അപ്പൊ ചോദ്യം അവിടെ കവിക്ക് നമ്മളോടൊക്കെ പറയാനുള്ളത്, ഇത്ര കാഠിന്യമാർന്ന ഈ കൊമ്പിന്റെ അഗ്രത്ത് പ്രേമം എന്ന ധാരണ മാത്രമാണ്. ആ കവിഞ്ഞൊഴുകുന്ന പ്രേമം, ആ പ്രേമത്തിന് ഇത്രയും സാധിക്കുമെങ്കിൽ, വളരെ ശ്രദ്ധയോടുകൂടി ഇത്രയും സാധിക്കുമെങ്കിൽ, അത്രയൊന്നും കാഠിന്യമില്ലാത്ത അങ്ങേയറ്റം സോഫ്റ്റായിട്ടുള്ള മൃദുലമായിട്ടുള്ള ഈ കരങ്ങളിലെ സാധ്യത എത്രയാണെന്നാ. ഇത് പലപ്പോഴും നിഗ്രഹിക്കാനല്ലേ ഉപയോഗിക്കാറുള്ളൂ. ഒരു കാലത്തും നന്നാവില്ലടാ. ഇതുകൊണ്ടൊരു എന്താ പറയാ, ഒന്ന് ആശ്ലേഷിച്ച് അനുഗ്രഹിക്കാൻ എത്ര മാറ്റിയെടുക്കാൻ പറ്റുന്നറിയാം. ഈ കൈകൾക്ക് അത്രയും ശക്തിയുണ്ട്. അപ്പൊ ഇതിനെ സൃഷ്ടിച്ചതേ അങ്ങനെയാ. ഇതിന് അധികാരമുണ്ട്. എന്തിന്? കർമ്മം ചെയ്യാൻ, നിരന്തരം ചെയ്തുകൊണ്ടിരിക്കാൻ. കർമാണി കുർവൻ ഏവ ജിജീവിഷേത് ശതം സമാഹ, ഉപനിഷത്ത് ഈശാവാസ്യം. കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് തന്നെ 100 വർഷം ജീവിക്കാൻ. ത്യക്തേന ഭുഞ്ചിതാഹ, ത്യജിച്ചുകൊണ്ട് ഭുജിക്കാൻ. മാകൃത, ഒരുത്തന്റെയും ഒന്നും ആഗ്രഹിക്കണ്ട. കസ്യസ്വിദ്ധനം, ആരുടേതാണ് ധനം ചോദിക്കുകയാണ് ഋഷി. അപ്പം ഫലത്തിൽ ചിന്ത വേണ്ട എന്നുള്ളത് ഒരു സത്യമാണ് എന്നുള്ളത് കൊണ്ട്, ഫലത്തിൽ നമ്മുടെ ചിന്ത വന്നു കഴിഞ്ഞാൽ കർമ്മത്തിന് പൂർണ്ണതയില്ലാതെയാവും. പിന്നെ കർമ്മം ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ള സംശയങ്ങളുണ്ടാവും. അറിയാം. എല്ലാവർക്കും നമസ്കാരം. കാളിദാസന്റെ ആശ്രമമൃഗത്തിനെ കുറിച്ച് ചിത്രീകരിക്കുന്ന അതിസുന്ദരമായിട്ടുള്ളൊരു ഭാവമുണ്ടല്ലോ, ദൃശ്യമുണ്ടല്ലോ, ഒരു വർണ്ണനയുണ്ടല്ലോ. ആൺമൃഗം പെൺമൃഗത്തിന്റെ കണ്ണ് ചൊറിഞ്ഞു കൊടുക്കുന്നത് കൊമ്പുകൊണ്ട്, അല്ലേ? മൂർത്ത കൊമ്പാണ്. ആ കൂർത്ത കൊമ്പുകൊണ്ട് കണ്ണിന്റെ ഇവിടെ ഇങ്ങനെ ചൊറിഞ്ഞു കൊടുക്കുക അങ്ങനെ. അപ്പൊ ആ ചൊറിയൽ ഇങ്ങനെ സുഖത്തിൽ അങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് മറ്റേത്.
നമുക്കൊക്കെ നമ്മുടെ ഭാര്യയെ ഒരു എന്താ പറയാ പോലുണ്ടല്ലോ ജോൺസൺ ബെഡോ ഇതിട്ടിട്ട് നീ ഒന്ന് ഇത് എടുത്തു തരൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് കൊണ്ടുവരുമ്പോൾ തന്നെ പേടിയാവും. വേണ്ട വേണ്ട ഇങ്ങോട്ട് തന്നേക്കും, ഞാൻ ഡോക്ടറെ എടുത്ത് പോയിക്കോളാം. സ്വന്തം ഭാര്യയാണ് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരാളാണ് ഇല്ലേ. വേണ്ട വേണ്ട, ഓ മതി 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 മതി, ഒന്നുമില്ല നീ പോയിക്കോ ഇല്ലേ. ഭയം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ പശുവിന്റെ കാതിന്റെ ഉള്ളിൽ നിന്ന് ENT ആണ് മൂപ്പര്, കാക്ക കൊക്ക് ഇറക്കിയിട്ടാണ് അതിനെ എടുക്കുക. എന്തൊരു ധാരണയാണ് അല്ലേ. അപ്പൊ ചോദ്യം അവിടെ കവിക്ക് നമ്മളോടൊക്കെ പറയാനുള്ളത്, ഇത്ര കാഠിന്യമാർന്ന ഈ കൊമ്പിന്റെ അഗ്രത്ത് പ്രേമം എന്ന ധാരണ മാത്രമാണ്. ആ കവിഞ്ഞൊഴുകുന്ന പ്രേമം, ആ പ്രേമത്തിന് ഇത്രയും സാധിക്കുമെങ്കിൽ, വളരെ ശ്രദ്ധയോടുകൂടി ഇത്രയും സാധിക്കുമെങ്കിൽ, അത്രയൊന്നും കാഠിന്യമില്ലാത്ത അങ്ങേയറ്റം സോഫ്റ്റായിട്ടുള്ള മൃദുലമായിട്ടുള്ള ഈ കരങ്ങളിലെ സാധ്യത എത്രയാണെന്നാണ്. ഇത് പലപ്പോഴും നിഗ്രഹിക്കാനല്ലേ ഉപയോഗിക്കാറുള്ളൂ. ഒരു കാലത്തും നന്നാവില്ലടാ. ഇതുകൊണ്ടൊരു എന്താ പറയാ, ഒന്ന് ആശ്ലേഷിച്ച് അനുഗ്രഹിക്കാൻ എത്ര എത്ര മാറ്റിയെടുക്കാൻ പറ്റുന്നറിയ. ഈ കൈകൾക്ക് അത്രയും ശക്തിയുണ്ട്. അപ്പൊ ഇതിനെ സൃഷ്ടിച്ചതേ അങ്ങനെയാ. ഇതിന് അധികാരമുണ്ട്. എന്തിന്? കർമ്മം ചെയ്യാൻ, നിരന്തരം ചെയ്തുകൊണ്ടിരിക്കാൻ. കർമാണി കുർവൻ ഏവ ജിജീവിഷേത് ശതം സമാഹ ഉപനിഷത്ത് ഈശാവാസ്യം. കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് തന്നെ 100 വർഷം ജീവിക്കാൻ. ത്യക്തേന ഭുഞ്ചിതാഹ, ത്യജിച്ചുകൊണ്ട് ഭുജിക്കാൻ. മാകൃത, ഒരുത്തന്റെയും ഒന്നും ആഗ്രഹിക്കണ്ട. കസ്യസ്വിദ്ധനം, ആരുടേതാണ് ധനം ചോദിക്കുകയാണ് ഋഷി. അപ്പം ഫലത്തിൽ ചിന്ത വേണ്ട എന്നുള്ളത് ഒരു സത്യമാണ് എന്നുള്ളത് കൊണ്ട് ഫലത്തിൽ നമ്മുടെ ചിന്ത വന്നു കഴിഞ്ഞാൽ കർമ്മത്തിന് പൂർണ്ണതയില്ലാതെയാവും. പിന്നെ കർമ്മം ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ള സംശയങ്ങൾ ഉണ്ടാവും. ഇതിനെയാണ് രാമകൃഷ്ണദേവന്റെ ഭാഷയിൽ പറഞ്ഞാൽ എണ്ണ പുരട്ടി ചക്ക മുറിക്കുക എന്ന് പറയാം. രാമകൃഷ്ണദേവൻ കർമ്മം ചെയ്യുന്നതിനെ ചക്ക മുറിക്കുന്നതിനോടാ ഉപമിച്ചിട്ടുള്ളത്. ചക്ക മുറിക്കലാണ് അത്ര ലോകത്തിൽ കർമ്മം ചെയ്യല്. ചക്ക മുറിക്കുമ്പം വിളഞ്ഞി മുളഞ്ഞി, എന്താ അതിന് പറയാ, അരക്ക് ഇല്ലേ? മുളഞ്ഞി, അത് തന്നെ മുളഞ്ഞി, അതുണ്ടാവും. അപ്പൊ അത് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് അത് മുറിക്കുന്നതിന് മുമ്പായിട്ട് ഒരു തയ്യാറെടുപ്പ് വേണം. നല്ല പഴുത്ത ചക്കയൊക്കെ മുറിക്കുന്നവരെന്ത് ചെയ്യുന്നറിയോ? നന്നായിട്ട് അത് കത്തിയിലൊക്കെ അതിൽ എണ്ണയൊക്കെ പുരട്ടി, കയ്യിലൊക്കെ പുരട്ടി, പിന്നെ ചുണ്ടിലും കുറച്ച് പുരട്ടും. അതെന്തിനാ? അവർക്ക് അറിയാം, അവരിടയ്ക്കിടയ്ക്ക് അത് കഴിക്കാനും കൂടെ ഉള്ളതാണ്. അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ഒട്ടിപ്പിടിക്കും അല്ലേ? അപ്പം രാമകൃഷ്ണദേവൻ പറയുന്നു, അറിവാകുന്ന തൈലം പുരട്ടിയാൽ, അറിവാകുന്ന തൈലം പുരട്ടി ലോകത്തിൽ കർമ്മം ചെയ്താൽ പിന്നെ എന്തുണ്ടാവില്ല? ഒട്ടലുണ്ടാവില്ല. ഈ അറിവാകുന്ന തൈലം പുരട്ടൽ ഇതാണ്. കർമ്മണി ഏവ അധികാര, എനിക്ക് കർമ്മത്തിലാണ് അധികാരമുള്ളത്. നമ്മൾ പലപ്പോഴും കർമ്മം ചെയ്ത്, ഇപ്പൊ ഇവിടെ തന്നെ നിങ്ങൾ ഇവിടുന്ന് പോകുന്ന സമയത്ത്, എന്നാ ശരി ഇവിടുത്തെ കസേരയൊക്കെ ഒന്ന് അടുക്കി വെക്കാം, ശരി എന്റെ വകയായിട്ട് ഞാനും ഒന്ന്. ഇനിയിപ്പോ നിങ്ങൾ കസേര എടുക്കണം എന്നല്ല സ്വാമി പറയുന്നത്. അവസാനം ഈ ഇരിക്കുന്ന എല്ലാവരും കസേര എടുക്കാൻ തുടങ്ങിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ കസേര അടുക്കുക എന്നുള്ള ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വന്ന് നിങ്ങൾ കസേര അടുക്കുകയാണെങ്കിൽ, ഈ കസേര അടുക്കി വെക്കുന്നതിനെ കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് വിഷമം തുടങ്ങും. നേരെ മറിച്ച് എന്റെ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ വന്നിട്ട് എങ്ങനെയാ ഞങ്ങൾ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല കേട്ടോ. അയ്യോ അതൊന്നും വേണ്ടാന്നേ, അതൊന്നും പ്രതീക്ഷിച്ചിട്ടേ അല്ല ഞാൻ ഇതൊന്നും ചെയ്യുന്നത്. പിന്നെ എനിക്കിങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇതെനിക്ക് തിരിച്ചും പറയണം. ഒരാളും നമ്മൾ ഇപ്പൊ ഇവിടെ കിടക്കുന്നു, കുറച്ച് ഒരു കടലാസ് ആരോ കടലാസ് ഇട്ടുപോയി, ചുരുട്ടിയിട്ടു. അപ്പൊ നമ്മൾ പറയാം, കണ്ടോ ആളുകൾക്ക് ഒരു ഇതുമില്ല, സ്വാമി ഗീതയൊക്കെ പറഞ്ഞിട്ട് കണ്ടോ ആളുകൾ ചെയ്യുന്നത്, അതുകൊണ്ട് ഞാനത് എടുത്തു പോക്കറ്റിൽ വെച്ചു. അപ്പൊ ആരെങ്കിലും കണ്ട് തരക്കേട്ടില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനിങ്ങനെയാ എവിടെയും, കാരണം ഞാൻ മുമ്പ് മുനിസിപ്പാലിറ്റിയിലായിരുന്നു, അതുകൊണ്ടാണ്. അതറിയാതെ പറഞ്ഞും പോകും ചിലപ്പോൾ. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന നിസ്സാരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ
അത് ലോകസേവനമാവട്ടെ എന്തോ ആവട്ടെ, അത് അറിഞ്ഞ് അതിനെ പ്രകീർത്തിക്കാൻ, അതിനൊരു എന്തെങ്കിലും ഒന്ന് ഒരു എന്താ പറയാ, എന്തെങ്കിലും ചെറിയ ചെറിയ സൂചനകൾ തരാൻ, ഒന്നുമില്ലെങ്കിൽ ആരെങ്കിലും നോക്കിയാൽ മതി, നന്നായിട്ട്, വളരെ നല്ല, എന്നെങ്കിലും ആരെങ്കിലും വേണം നോക്കാൻ. ആരുമില്ലെങ്കിൽ നമ്മളൊന്നും ചെയ്യൂല. അപ്പൊ അതിനുപോലും അധികാരം വേണ്ടാണ്. ഇനി പലരും സ്വാമി പറഞ്ഞേ ശരിയാട്ടോ, ഞാൻ ഇങ്ങനെയൊന്നുമല്ല, പിന്നെയോ ഞാൻ നിസ്വാർത്ഥമായിട്ട് ചെയ്തു, പക്ഷെ ഇപ്പണ്ടല്ലോ എന്നെ ഒരാൾക്കും വേണ്ട. അങ്ങനെയുണ്ട് ചിലർ. ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു, പല ക്ലബിന്റെയും നെടുന്തൂണായി നിന്നു. ഇപ്പൊ അവരുടേതാ 25ാം വർഷം വന്നു. 25ാം എങ്ങനെയാ ഇത് ഉണ്ടായതെന്നറിയോ അവർക്ക്? ഞാനൊക്കെയാണ് ഉണ്ടാക്കിയത്. ഇപ്പൊ 25ാമത്തെ വർഷം വന്നപ്പോ മന്ത്രിയൊക്കെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്തപ്പോ അവർക്ക് എന്നെയൊന്നും വേണ്ട. അപ്പൊ എന്ന് ഇങ്ങനെ ചാരുകസേരയിൽ ഇരുന്നൊരു പറയുന്ന ആള് അന്ന് ചെയ്യുന്ന സമയത്തും അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു, പ്രായമായിട്ട് ഇരിക്കുന്ന സമയത്തും ഇവര് ഓരോ വർഷവും എന്നെ വന്ന് കാണണം എന്ന്. കർമ്മഫല ചിന്ത എന്ന് പറഞ്ഞാല് ചെറിയ പ്രകാരത്തിലൊന്നുമല്ല, അത് പല പല പ്രകാരത്തിലാണ് കിടക്കുന്നത്. ചിലർ ആശ്രമത്തിലൊക്കെ വരും ഫ്രീ സർവീസിന്. അത് വലിയ കുഴപ്പം പിടിച്ച പണിയാ. ഫ്രീ സർവീസ് എന്താണെന്നറിയാം, കാശ് കൊടുക്കുന്നവരോട് 4 വർത്തമാനം പറഞ്ഞാൽ അവരോട് ഇരിക്കാൻ പറയാം. ഇതങ്ങനെയല്ല, ഇതുടനെ പറയും എനിക്ക് ഇവിടുന്ന് കാശൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് അധികം എന്നെ ഭരിക്കാൻ വരണ്ടെന്ന്. ഞാനിവിടുത്തെ ആരും ജോലിക്കാരനൊന്നുമല്ല. അപ്പൊ ഞാൻ നിസ്വാർത്ഥമായി ആശ്രമത്തിൽ ജോലി ചെയ്യുന്നു, ഇതെല്ലാവരും അറിയണം. ചിലർക്കെല്ലാം ഉപേക്ഷിച്ച് ആശ്രമത്തിൽ പോയിട്ടുള്ളവനാണ് ഞാൻ എന്ന് ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതൊരു ഇഷ്ടമാണ്. ഞാൻ പരമത്യാഗിയാണ് എന്ന്. ഇതൊക്കെ കർമ്മഫലമാണ്. ഞാൻ ചെയ്ത കർമ്മത്തിന്റെ ഫലത്തിൽ ഞാൻ സംഘനാണ്, ബദ്ധനാണ്. പല പ്രകാരത്തിലാണ് ഇത് പിടിച്ചിരിക്കുന്നത്. ഒരു കറി ഉണ്ടാക്കിയാൽ പോലും അമ്മ ആഗ്രഹിക്കണം എന്ത് നന്നായി എന്ന് കേൾക്കാൻ. പക്ഷെ ഇവരാണെങ്കിൽ പറയൂല. എങ്ങനെ ഉണ്ടായിരുന്നു, മേലിൽ വെക്കരുത്. അതെ, ഇതാ പറയും. അതുകൊണ്ടൊന്നും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. കർമ്മം ചെയ്യാൻ നമുക്കിതാ അധികാരം എന്ന് പറഞ്ഞാൽ നമ്മെ സജ്ജരാക്കിയത് അതിനായിക്കൊണ്ടാണ്, കർമ്മം ചെയ്യാനാണ്. നിരന്തരം കർമ്മം ചെയ്യാൻ, നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക. എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ ചെയ്തുകൊണ്ടിരിക്കുക നിരന്തരം. അധികാരത്തിൽ ഒരല്പം പോലും, അതിന്റെ ഫലത്തിൽ അധികാരം വെക്കേണ്ട. കർമ്മഫലേഷു മാ ഭൂ. അടുത്തത് 3ാമത്തെ സൂത്രം. കർമ്മഫലത്തെക്കുറിച്ച് അതിൽ നീ എന്തായി തീരരുത്, കർമ്മഫലത്തിന് കാരണമായി തീരരുത്. പലരും കർമ്മഫലത്തിന് കാരണമായി തീരുക കർമ്മം ചെയ്യാതെ. കർമ്മം ചെയ്യുന്നതോ വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും. അവർ മുൻപിൽ ഇങ്ങനെ വന്നു നിൽക്കും. ആ സമയത്ത് ഫോട്ടോ ഒക്കെ എടുക്കാൻ നേരത്ത് ചാടി അവരെങ്ങനെങ്കിലും വിളക്കിന്റെ തിരിയെടുത്തു കൊടുക്കാനെങ്കിലും വരും എന്ന് പറയാം. കർമ്മം ചെയ്യാനുണ്ടാവില്ല, ഫലത്തെ മേടിക്കാനുണ്ടാവും. ഇനി മാത്രമല്ല ഫലത്തിൽ നാം വീഴുന്നു എന്ന് പറഞ്ഞാൽ ആളുകൾ നമ്മെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു. നിങ്ങളുള്ളതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്, അല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല, അതുകൊണ്ട് നിങ്ങൾ തന്നെയായിരിക്കണം ഇതിന്റെ നെടുന്തൂൺ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിലാണ് നിൽക്കുന്നത്, കർമ്മഫലത്തിൽ. കർമ്മഫലം ഇല്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പില്ല. അതുകൊണ്ട് നീ അതിലും നിൽക്കണ്ട, കർമ്മഫലത്തില്. പിന്നെയോ തേ സംഘഃ മാ അസ്തു അകർമ്മണി. അകർമ്മണി, കർമ്മം ചെയ്യാതിരിക്കുന്നതിൽ നിനക്ക് സംഘം മതിയായി, എല്ലാം മതിയായി. ഇനി കുറച്ചു കാലം ഭാഗവത പാരായണവും ഭഗവത്ഗീതയും ഒക്കെ ആയിട്ട് അങ്ങോട്ട് കഴിയാമെന്ന് വിചാരിച്ചു. മതി, ഒക്കെ മതിയായി. അങ്ങനെ പെട്ടെന്ന് തീരുമാനം എടുത്തേക്കരുതെന്നാണ്. എല്ലാം അങ്ങോട്ട് മതിയാക്കാം എന്ന് വിചാരിച്ചാൽ നടപ്പില്ല. നമ്മളെ കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കും. അങ്ങനെ പലരും മതിയാക്കി പോയിട്ടുള്ളവരുണ്ട്. വേദാന്തത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു കഥയാണ് കൗപീന ന്യായം. കൗപീന ന്യായദ്വാരേണ എന്ന് പറയും. കൗപീന ന്യായദ്വാരേണ എന്ന് പറഞ്ഞാൽ കൗപീന ന്യായത്തിലുള്ള ഒരു ദ്വാരം എന്നല്ല.
അതൊരു ഒരു എന്താ ഒരു ദ്വാരമുണ്ടായ കഥ തന്നെയാണ്. വളരെ രസമാണ്, കേട്ടിട്ടുണ്ടാവും. കാരണം കേൾക്കാതിരിക്കില്ല. ഈ സാധകരെ സംബന്ധിച്ച് അങ്ങേയറ്റം എന്താ പറയാ ഒരു ചിന്തിക്കേണ്ടുന്ന ഒരു ആലോചനാമൃതമായിട്ടുള്ള ഒരു കഥയാണ്. രാമകൃഷ്ണദേവനും അതുപോലുള്ള മഹാത്മാക്കളൊക്കെ പറയാറുള്ള. ശങ്കരാചാര്യസ്വാമികളാണ് കൗപീന ന്യായ ദ്വാരേണ എന്ന് ഭാഷ്യത്തിലൊക്കെ കാണാം. ഇത് പണ്ടൊരാള് ഇവിടുന്ന് ഭാര്യയൊക്കെ ഉപേക്ഷിച്ച് പോണതാ. എന്നിട്ടെന്താ, ഒരു സുഹൃത്തിന്റെ മരണമാണ് അത്ര അദ്ദേഹത്തിന് ചിന്തിപ്പിച്ചത്. ശ്മശാനത്തിൽ പോയപ്പോ അവിടെ കണ്ടു, ഇന്നു ഞാൻ നാളെ നീ. ഇത് ഞെട്ടിപ്പോയി. ഓ, ഞാൻ നാളെയാണല്ലോ. അങ്ങനെ പോയി എല്ലാം വിട്ടെറിഞ്ഞു പോണതാ. ഹിമാലയത്തിലെത്തി. ഹിമാലയത്തിൽ ചെന്നു, അവിടെ താമസാക്കി. അപ്പോഴേക്കും അവിടെ നിന്ന് അവധൂതനായി മാറിക്കഴിഞ്ഞു. മുടിയും താടിയൊക്കെ നീട്ടി. അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ചു. ഈ വെറും കൗവീന മാത്രമായി. ആ കൗവീനം രണ്ടെണ്ണം ഉള്ളത്, ഒന്ന് തോരയിടും, ഒന്നുടുക്കും. അത് എലിക്ക് ആ വീട്ടിൽ കയറിയപ്പോ ഒന്നും തിന്നാനില്ല. എലി വിചാരിച്ചു ഇങ്ങനെയൊരു ദാരിദ്ര്യവാസി ഈ ലോകത്തില്ലല്ലോ, എന്നാ ശരി ഇദ്ദേഹത്തിന്റെ ഏകാശ്രയമായിട്ടുള്ള അത് തിന്നാൻ തുടങ്ങി. അങ്ങനെയാണ് അദ്ദേഹത്തിന് തോന്നി, ഈ സർവസംഘ പരിത്യാഗിയായിട്ടുള്ള എന്നെപ്പോലും വെറുതെ വിടുന്നില്ലല്ലോ. അങ്ങനെയാണ് ആരോ പറഞ്ഞു പൂച്ചയെ വളർത്തിയത്. പൂച്ച വന്നപ്പോഴാണ്, എലി വന്നതാണ് ആദ്യം തന്നെ വീട്ടിൽ ഓരോരുത്തർ വരാൻ തുടങ്ങിയത്. പൂച്ച വന്നു, പിന്നെ പൂച്ച ഫാമിലിയായി. ആരോ ചോദിച്ചു, സ്വാമി ഇവിടുന്നാണെന്ന് പറഞ്ഞു. കേരളത്തിൽ നിന്ന് പോവും. ഇവിടെ വലിയ വലിയ മഹാത്മാക്കൾക്ക് ജന്മം കൊടുത്ത സ്ഥലമാണല്ലോ. അപ്പൊ അവര് പരിചരിക്കാൻ തുടങ്ങി ഇദ്ദേഹത്തെ. അപ്പൊ അവിടെ ഒരമ്മ പറഞ്ഞു, ഗോദാനം ഏതെങ്കിലും ഒരു മഹാത്മാവിന്, സാധുവിന് പശുവിനെ കൊടുക്കണം. അപ്പൊ ഇപ്പൊ പുതിയതായിട്ടൊരു സ്വാമി വന്നിട്ടുണ്ട്, അദ്ദേഹത്തിനാവാം എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ശിഷ്യൻ വന്ന് പറഞ്ഞു, ഒരാൾ അപ്പോഴേക്കും അവിടെ ശിഷ്യനൊക്കെ ആയി കഴിഞ്ഞു. ശിഷ്യൻ പറഞ്ഞു, സ്വാമി ഒരു പശു ഇങ്ങനെ ദാനമുണ്ട്, നല്ല കറവ പശുവാണ്. മാത്രമല്ല സ്വാമി ഇപ്പൊ ആകെ വളരെ ശോഷിച്ചിരിക്കുന്നു, ആരോഗ്യമൊക്കെ. അപ്പൊ പശു പാല് എന്നൊക്കെ കേട്ടപ്പോ പഴയ സ്മൃതി ഉണർന്നു. ശരി ആവാം, പശു, കാരണം നമ്മുടെ ഭഗവാനൊക്കെ പശു സമേതനാണല്ലോ, ഈ ഗോപാലനല്ലേ. അപ്പൊ പശു നമുക്ക് ഒരിക്കലും ഒരു വർജ്യമായിട്ടുള്ള ഒന്നല്ല, ഇരിക്കട്ടെ എന്നായി. പശു വന്നു, പശുവും പൂച്ചയുടെ പാലും ഒക്കെ ആയിട്ട് അങ്ങനെയായി. പിന്നെ പശുവിന്റെ പാല് കറക്കാനും അത് ചാണകം വടിച്ച് വൃത്തിയാക്കി വെക്കാനും താഴെ നിന്നൊരു സ്ത്രീ വന്നിട്ട് അതൊക്കെ ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം ഇദ്ദേഹം ചോദിച്ചു, അല്ല നീ ആരാ, നിനക്ക് എവിടെയാ, കുടുംബമൊന്നും ഇല്ലേ? ഇല്ല സ്വാമി, ഞാനിങ്ങനെ ആരോരും ഇല്ലാതെ ഇങ്ങനെ കഴിയുകയാണ്. അങ്ങനെ താഴെ ഇങ്ങനെ കഴിയണു, ഒരു വീട്, പേരിനൊരു വീടുണ്ട് എന്ന് പറഞ്ഞു. നീ എന്തിനാ അങ്ങനെയാണെങ്കിൽ അവിടെ താഴെ കഴിയണു, നീ ഇവിടെ തന്നെ കഴിഞ്ഞോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അതിലൊരു കുറച്ച് ഈ പൂച്ചയ്ക്ക് സന്താനങ്ങളായതുപോലെ ഒരു 3-4 സന്താനങ്ങൾ നാട്ടിലും ഉണ്ടായിരുന്നു. ഒരു 3-4 കുട്ടികൾ. ഇപ്പൊ ഹിമാലയത്തിലും ഒരു 3-4 കുട്ടികളായി. ചുരുക്കി പറഞ്ഞാൽ മൂപ്പര് അവിടുന്ന് ഇതൊക്കെ ഉപേക്ഷിച്ച് പോന്നതാണ്. പക്ഷെ ഹിമാലയത്തിലും ഇപ്പം എവിടെയെങ്കിലും പോയത് കൊണ്ട് ഇതൊന്നും പോവില്ല എന്നാണ്. അതുകൊണ്ട് കർമ്മം ചെയ്യാതിരിക്കുന്ന, എന്നിൽ ഇനി കർമ്മങ്ങളൊന്നും ഇല്ല എന്നുള്ള ഒരു സംഘം ഉണ്ടല്ലോ, വലിയ അപകടം പിടിച്ചു വന്നത്, വലിയ അപകടം പിടിച്ചു വന്ന. അതുകൊണ്ട് നിങ്ങൾ VRS എടുത്തിട്ട് കിട്ടുമോ, അല്ലെങ്കിൽ ജോലി രാജിവെച്ചിട്ട് കിട്ടുമോ, ഇതൊന്നും ഇതിന് സഹായകമേ അല്ല. ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്ക് പറഞ്ഞാൽ ആ ബ്രോഡ്വേയില് വെള്ളിയാഴ്ച ആ തിരക്കില് വൈകിട്ട് 6:30 മണിക്ക് കിട്ടണം ഈ സാധനം. ഇതിൽ പറയുന്ന സമാധിയൊക്കെ അവിടെ നിന്ന് കിട്ടിയാൽ കിട്ടും. ആ പാകത്തിനാണ് ഇത് പറയുന്നത്. അപ്പൊ അതിനെ നമ്മൾ അത്ര അങ്ങോട്ട് എന്താ പറയാ മോശമാക്കാൻ പാടില്ല. അകർമ്മത്തിലുള്ള, ഞാൻ കർമ്മം ചെയ്യുന്നവനല്ല, എന്നിൽ ഇനി യാതൊരു കർമ്മങ്ങളും ഇല്ല, അതുകൊണ്ട് മതിയാക്കാം എല്ലാ പരിപാടിയും എന്നുള്ള ചിന്ത നിനക്ക് വരരുത്. അതെന്തുകൊണ്ടാ? അത് അജ്ഞാനത്തിലാണ്. കാരണം കർമ്മം ചെയ്യാതിരിക്കുക എന്നുള്ളതൊന്നും ഇല്ല. നീ താൽക്കാലികമായിട്ട് ഇന്ദ്രിയങ്ങളെ അടക്കി നിർത്തുകയാണ്. അവനെ നിത്യാചാരൻ എന്ന് പറയാൻ പോകുന്നുണ്ട് വിസ്തരിച്ചിട്ട്. അങ്ങനെ ഒരുവൻ ചിന്തിക്കുന്നുവെങ്കിൽ അവൻ മിഥ്യാചാരനാണ്. കപടയതി എന്ന് നാരായണ ഗുരു പറയും. അവന് ആത്മാവിനെ കിട്ടില്ല എന്ന് പറയും. ഇപ്പം 4 സൂത്രങ്ങൾ ഓർക്കുക. തേ കർമ്മണി ഏവ അധികാരഃ. നമുക്ക് കർമ്മത്തിൽ അധികാരമുണ്ട്, അതുകൊണ്ട് കർമ്മം ചെയ്യുക. ആ അറിവിന്റെ നിറവിലുള്ള കർമ്മങ്ങൾക്ക് പൂർണ്ണതയുണ്ടാവും. അതിങ്ങനെ വാരി വലിച്ച് ചെയ്യരുത്. കർമ്മയോഗി എന്ന് പറഞ്ഞാൽ വാരി വലിച്ച് കർമ്മം ചെയ്യുന്നവനല്ല കർമ്മയോഗി.
കർമ്മയോഗിയാണ് അയാൾ. ചിലരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ചിലരെ കുറിച്ച് പറയാറുണ്ട് ഒരു കർമ്മയോഗിയായിരുന്നു. എന്താ കർമ്മയോഗി എന്ന് പറഞ്ഞാൽ? അദ്ദേഹത്തിന് കുറെ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം രാവിലെ 4 മണിക്ക് എഴുന്നേക്കും. എന്നിട്ട് ഈ സ്ഥാപനത്തിൽ ഒരു 2 മണിക്കൂർ ഇരിക്കും. പിന്നെ അതിൽ പോവും, പിന്നെ അവിടെ പോവും, പിന്നെ ഇവിടെ പോവും. അയാൾ കിടന്നുറങ്ങുക രാത്രി 10 മണിക്കാ. അതുകൊണ്ട് അയാൾ കർമ്മയോഗിയാ. കർമ്മയോഗി എന്ന് പറഞ്ഞാൽ പിന്നെ ഒരാള് രാവിലെ മൺവെട്ടി എടുത്ത് ഇറങ്ങും. 90 വയസ്സിലും അദ്ദേഹം മണ്ണ് കളച്ചു. അങ്ങനെ കർമ്മയോഗിയാണോ? ആ കർമ്മഭ്രാന്താണ്. കർമ്മയോഗി എന്ന് പറയുമ്പോൾ ഈ രഹസ്യം അറിയണം. ശരീരത്തെ പീഡിപ്പിക്കലല്ല കർമ്മയോഗം, മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ എന്റെ ശരീരത്തിന് വിശ്രമം ആവശ്യമാണ് എങ്കിൽ ഞാൻ അതിൽ നിന്ന് വിട്ടുനിൽക്കണം. ഇനിയിപ്പോ നിങ്ങൾ ഇത് കേട്ടിട്ട് ഇതിന്റെ ഇപ്പൊ ഒരു ഓപ്പൺ ഹാർട്ടൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഈ ഗീത ഡോക്ടറെക്കാൾ വലുതല്ലേ ഗീത, അതുകൊണ്ട് ഞാൻ കർമ്മം ചെയ്യും എന്നും പറഞ്ഞ് നിങ്ങൾ ഈ കർമ്മം ചെയ്യാൻ തുടങ്ങിയ അവസാനം ഉള്ളതും ഇല്ലാണ്ടാവും. ചിലരങ്ങനെയാണ്. ശരീരത്തെ ഒട്ടും വകവയ്ക്കാതെ ഗീതയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ കർമ്മം, നിരന്തര കർമ്മം. അറിവാണ് ആദ്യം വേണ്ടത്. എന്റെ ഇന്ദ്രിയങ്ങൾ അതിന് മാത്രം പാകതയാർന്നതാണോ? അതിനെ കൊണ്ട് അധികം ജോലി ചെയ്യിപ്പിക്കണോ? ഈ അറിവ് ഇങ്ങോട്ട് കിട്ടിയാൽ നമുക്ക് കാര്യം മനസ്സിലാവും. എന്താണ് കർമ്മം, എന്താണ് വികർമ്മം എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് ആദ്യം പറഞ്ഞത് മനസ്സിലാക്കുക, കർമ്മണി ഏവ അധികാരഃ എന്നത്. രണ്ടാമത്തത് കഥാചന ഫലേഷു മാ, ഫലത്തിൽ അധികാരഃ ന, ഫലത്തിൽ അധികാരമില്ല. എന്തുകൊണ്ടെന്നാൽ ഫലം കർത്താവിനെ ആശ്രയിച്ചിട്ടല്ല, അതിന് കർത്താവ് വേറെയാണ്. കർത്തുഹു ആജ്ഞയ പ്രാപ്യതേ ഫലം കർമ്മ കിം തജ്ജടം. മാത്രമല്ല ആ കർമ്മം പരമായിട്ട് ഒരുവൻ കാണുകയാണെങ്കിലോ കൃതിമഹോദതൗ പതന കാരണം, അത് അവന് പതനത്തിന് കാരണമാണ്. പിന്നെ കർമ്മം എങ്ങനെ ചെയ്യണം? ഈശ്വരാർപ്പിതം ന ഇച്ഛയാകൃതം, അത് ഭഗവത് സമർപ്പണമായിക്കൊണ്ട് ന ഇച്ഛയാ, ആഗ്രഹങ്ങളില്ലാതെ. അങ്ങനെയാണെങ്കിലോ ഈശ്വരാർപ്പിതം നേച്ഛയാകൃതം ചിത്തശോധകം, ചിത്തശുദ്ധി ഉണ്ടാവും, മുക്തി സാധകം, അത് മോക്ഷത്തിന് സഹായകമാകും. അതുകൊണ്ട് ഭഗവാൻ ശങ്കരാചാര്യസ്വാമികൾ പറയുന്നുണ്ട്, ചിത്തസ്യ ശുദ്ധയേ കർമ്മ നതു വസ്തുപലബ്ധയേ വസ്തുസിദ്ധിർ വിചാരേണ ന കിഞ്ചിത് കർമ്മകോടിഭിഹി. കോടി കർമ്മങ്ങൾ ചെയ്താലും വസ്തുസിദ്ധി ഉണ്ടാവില്ല, സാക്ഷാത്കാരം കിട്ടില്ല. അതെന്തിനു പറ്റും? ചിത്തസ്യ ശുദ്ധയേ, ചിത്തശുദ്ധിക്ക്. നതു വസ്തുപലബ്ധയേ, വസ്തുസിദ്ധിക്ക് അത് പര്യാപ്തമല്ല. കർമ്മത്തിന്റെ പരിമിതി അറിയാം. എന്നിട്ടോ ഫലഹേതുഹു മാ ഭൂ, കർമ്മഫലത്തിന് കാരണമായി തീരരുത്. ഈ ആളുകൾ പലതും പറയും. അതൊന്നും കേട്ടിട്ട് നമ്മൾ ഇങ്ങനെ തുള്ളാൻ നിൽക്കരുത്, നമ്മൾ താഴാനും നിൽക്കരുത്. പലതും പറയാനുണ്ടാവും. അവരിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ തുണി കഴുകിയതിനെ കുറിച്ച്, അടിച്ചു വാരിയതിനെ കുറിച്ച്, പാത്രം കഴുകി വെച്ചതിനെ കുറിച്ച് എല്ലാറ്റിനും ഉണ്ടാവും അഭിപ്രായം. നമ്മളൊന്നും അതിനനുസരിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അശാന്തിയായിരിക്കും ഫലം, ശാന്തി ഉണ്ടാവില്ല എന്ന് പറയും. മാത്രമല്ല തേ അകർമ്മണി സംഗഹ മാ അസ്തു, കർമ്മം ചെയ്യാതെ ഇരിക്കുക എന്ന ചിന്ത നിന്നിൽ ഉണ്ടാകാൻ പാടില്ല. ഇതാണ് കർമ്മയോഗ സൂത്രം. അടുത്തത് ഭഗവാൻ പറയുന്നത് യോഗ കർമ്മസു കൗശലം എന്ന വിദ്യയാണ്. അതിന് നമുക്ക് നാളെ കാണാം. സകലാൻ അപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മദ്ഗുരോ നാഥ ജനകായ നമോ നമഃ. സാരം സകലാൻ അപരാധാൻ മേ സകലാൻ അപരാധാൻ, എന്റെ എന്തൊക്കെ അപരാധങ്ങളുണ്ടോ അതെല്ലാറ്റിനെയും ക്ഷമസ്വ, ക്ഷമിച്ചാലും. എന്തുകൊണ്ടെന്നാൽ അങ്ങ് കാരുണ്യത്തിന്റെ നിധിയാണ് എന്ന് പറയാം, കരുണാനിധേ. പ്രസീദ മദ്ഗുരോ നാഥ, മാത്രമല്ല അങ്ങ് ഗുരുവും കൂടെയാണ്. അത് അച്ഛൻ ഗുരുവായിട്ടിരിക്കണമെന്ന്, അച്ഛനും അമ്മയും ഒക്കെ ഗുരു തന്നെയാണ്. പക്ഷെ അച്ഛന് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. പ്രസീദ മദ്ഗുരോ നാഥ ജനകായ നമോ നമഃ, ജനിപ്പിച്ചവനും കൂടെയാണെന്ന്. അതുകൊണ്ട് അങ്ങേക്ക് എന്റെ നമസ്കാരം, നമോവാകങ്ങൾ എന്നാണ്. നമ്മുടെ ഭാരതീയ സംസ്കൃതിയിൽ ഒരു കുട്ടി അമ്മയുടെ അടുത്താണ് ആദ്യകാലം ചെലവഴിക്കുകയാണ്. ഗുരുകുല സമ്പ്രദായം പഴയത് 12 വർഷം ഗുരുകുലത്തിൽ പോകുന്നതിന് മുൻപായിട്ട് 12 വയസ്സ് വരെ അമ്മയുടെ നിത്യ സാന്നിധ്യം കുട്ടിക്ക് വേണമെന്ന്. അമ്മയിൽ നിന്നാണ് കുട്ടി പാഠങ്ങളൊക്കെ പഠിക്കുന്നത്, എല്ലാ പാഠവും എല്ലാം. അത്
ചുറ്റുവട്ടത്തെക്കുറിച്ച്, പ്രകൃതിയെക്കുറിച്ച്, പ്രകൃതിയിലെ ജീവജാലങ്ങളെക്കുറിച്ച് എല്ലാം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അമ്മയാണ്. അമ്മ പറഞ്ഞു കൊടുക്കും. എന്നതാണ് അമ്മയാണ് അച്ഛനെ പോലും പറഞ്ഞു കൊടുക്കുന്നത്. ഇതാണ് അച്ഛൻ. അമ്മ പറഞ്ഞു കൊടുക്കുന്നതാണ് അച്ഛൻ, അല്ലാതെ വേറെ അച്ഛനൊന്നുമില്ല എന്ന് പറയും. അത് അതിനെയാണ് അതുകൊണ്ട് ഭാരതത്തിൽ മാതൃദേവോ ഭവ, ഒന്നാമത്തെ മാതൃദേവോ ഭവ, മാതാവ് ദേവനായിട്ടിരിക്കട്ടെ. രണ്ടാമത് പിതൃദേവോ ഭവ എന്ന്. ഇത് പഠിക്കുന്നത് ആശ്രമത്തിലാണ്. പക്ഷെ അവന് ആശ്രമത്തിൽ വെച്ച് മാതാവ് ദേവനാണ്, ദേവതയാണ് എന്നറിയണമെങ്കിൽ ആ ഗുരു അമ്മയെക്കുറിച്ച് പറയുന്ന സമയത്ത് അവന്റെ സ്മൃതിപഥത്തിൽ അമ്മ ചെയ്ത കർമ്മങ്ങൾ ഓർമ്മ വരണം. അമ്മ തനിക്ക് എന്തൊക്കെ പരിചയപ്പെടുത്തി തന്നിരുന്നു എന്ന് ഓർമ്മ വരണം. അപ്പൊ മാത്രമേ അവൻ എന്തുണ്ടാവുള്ളൂ, മാതൃഭാവത്തോട് ഒരു എന്താ പറയാ ആ ഒരു കൃതജ്ഞതയൊക്കെ ഉണ്ടാവും. അതിനു വേണ്ടിയിട്ട് മാതൃദേവോ ഭവ ആദ്യം, പിന്നെ പിതൃദേവോ ഭവ, പിന്നെ ആചാര്യദേവോ ഭവ. പിന്നെ എങ്ങനെയാ പിതാവ്, അടുത്തത് പിതാവ്. പിതാവാണ് ആചാര്യന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് എന്ന്, ഗുരുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുക. സ്കൂളിൽ കൊണ്ടുപോകേണ്ട ആള് പിതാവാണ്. അവിടുന്ന് ആചാര്യദേവോ ഭവ, അത് അച്ഛനാ പറഞ്ഞു കൊടുക്കുക. അപ്പൊ അമ്മ അച്ഛന് കൈമാറുന്നു, അച്ഛൻ ഗുരുവിന് കൈമാറുന്നു. അച്ഛൻ പറഞ്ഞു കൊടുക്കും, ഇതാ ആചാര്യൻ ദേവനാണ്, ആചാര്യദേവോ ഭവ. അടുത്തത് ഗുരുവിന്റെ റോളാണ്, ഗുരുവിന്റെ ഊഴമാണ്. ഗുരു പറഞ്ഞു കൊടുക്കും, അതിഥി ദേവോ ഭവ. അതിഥി എന്ന് പറഞ്ഞാൽ തിഥിയില്ലാതെ വീട്ടിലേക്ക് വരുന്നവരെന്നൊരു സാരമുണ്ട്. അതിനപ്പുറത്ത് തിഥിയില്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നറിയിപ്പില്ലാതെ എന്നാണ്. ഇപ്പൊ നമ്മൾ പറയുമല്ലോ, ഇന്നൊരു ഗസ്റ്റ് ഉണ്ട്, എയർപോർട്ടിൽ പോയി കൊണ്ടുവരണം. അത് ഗസ്റ്റ് അല്ല, അല്ല അതിഥിയല്ല. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വിരുന്നുകാരനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു അദ്ദേഹത്തെ വരും എന്ന്. അതിഥി തിഥിയില്ലാതെ വരുന്നത്. തിഥിയില്ലാതെ വരുന്നത് എന്താണ്? അനുഭവങ്ങളാണ്. അതെല്ലാം എന്തൊക്കെ അനുഭവങ്ങളുണ്ടോ കുട്ടി, അതെല്ലാം ഈശ്വര നിശ്ചയമാണ്. അതിൽ ഈശ്വരനെ കാണുന്നു. വലിയൊരു പാഠമാണ്. ഭാരതത്തിന്റെ എന്താ പറയാ കാതലായിട്ടുള്ള സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാനം ഈ 4 മഹാവാക്യങ്ങളെ പോലെയാണ്. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, അമ്മ ദേവനാണ്, അച്ഛൻ ദേവനാണ്, ഗുരുദേവനാണ്, വീട്ടിൽ വരുന്ന വിരുന്നുകാരൊക്കെ ദേവന്മാരാണ്. കഴിഞ്ഞു, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു, എഴുന്നേറ്റ് പോയിക്കോളൂ. അങ്ങനെയല്ല എന്ന് പറയാം. ഗുരുവാണ് അവിടെ വെച്ച് എല്ലാം പഠിപ്പിക്കുന്നത്. അതിഥി ദേവോ ഭവ എന്നുള്ളത് അതാണ് അതിന്റെ എന്താ പറയാ കാതലായ പഠനം. ഈ വിശ്വത്തിൽ ഒരു പുൽക്കൊടി ഇളകുന്നത് മുതൽ നിന്റെ ജീവിതത്തിലും ഇവിടെ എന്തൊക്കെ വന്നു ചേരുന്നുവോ എല്ലാം എല്ലാം അതിഥിയാണ്. കാഴ്ചയിലും കേൾവിയിലും എല്ലാം. ഇത് ഓർമ്മയുണ്ടാവും എന്ന് കരുതണം. ഇനി നാളെ അത് ചോദിക്കരുത്, സ്വാമി ആ മന്ത്രം ഒന്ന് പറഞ്ഞുതരൂ. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, അതിഥി ദേവോ ഭവ, ആചാര്യദേവോ ഭവ ഇത്യാദി. വേദത്തില് പഠനം കഴിഞ്ഞു പോകുന്ന തൈത്തരീയ ആരണ്യകത്തിൽ വരുന്നതാണ് മന്ത്രം. യാന്യനവദ്യാനി കർമാണി താനി സേവിതവ്യാനി നോ ഇതരാണി എന്നൊക്കെ പറഞ്ഞ് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. ശരി, ഭഗവാൻ അർജുനന് കർമ്മയോഗ സൂത്രത്തെ വെളിപ്പെടുത്തി കൊടുത്തു. കർമ്മണി ഏവ തേ അധികാരഃ. കർമ്മത്തിൽ നിനക്ക് സ്വാതന്ത്ര്യം ഉണ്ട്. നമ്മുടെയൊക്കെ സ്വാതന്ത്ര്യം കർമ്മത്തിലാണ്. എന്തുകൊണ്ട്? ഫലേഷു കഥാചന മ. ഫലത്തിൽ ഒരിക്കൽ പോലും നിനക്ക് അധികാരം ഇല്ല. കാരണം ഫലത്തിൽ അധികാരം വെച്ചു കഴിഞ്ഞാൽ ഒരുപാട് കുഴപ്പങ്ങളാണ് എന്ന് പറയാം. അതുകൊണ്ട് അതിൽ നിന്ന് ആഗ്രഹത്തെ ഉപേക്ഷിക്കേണ്ടതുണ്ട് എന്ന് പറയാം. ഈ വിഷയത്തിൽ നല്ലൊരു കഥ പറയാറുണ്ട്. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കഥയാണ്. കഥ എന്ന് പറഞ്ഞാൽ ഒരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലൊരു സത്യാന്വേഷകൻ ഈശ്വരന്റെ സന്നിധിയിൽ ചെന്നു. എന്നിട്ട് ഈശ്വരനോട് സത്യത്തെക്കുറിച്ച് പറഞ്ഞു തരാൻ പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, വല്ലാത്ത ഉഷ്ണം, കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു എന്നാണ്. വല്ലാതെ ദാഹിക്കുന്നു, ഒരു ഗ്ലാസ് വെള്ളം എടുത്തു വരൂ എന്ന് പറഞ്ഞു.
അപ്പൊ അവൻ വെള്ളം എടുക്കാൻ വേണ്ടി അടുത്ത വീട്ടിൽ പോയി കതക് മുട്ടിയിട്ട് കുറച്ച് വെള്ളം തരുമോ എന്ന് ചോദിച്ചപ്പം വളരെ സുന്ദരിയായിട്ടുള്ളൊരു യുവതി അവിടെ ഉണ്ടായിരുന്നു. അവര് പറഞ്ഞു, ആ വെള്ളം തരാലോ എന്ന് പറഞ്ഞു. വെള്ളം കൊടുത്തപ്പോ ആ വെള്ളം ഇയാൾ അങ്ങോട്ട് കുടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരു ഗ്ലാസും കൂടെ വെള്ളം. അപ്പൊ പേര് ചോദിച്ചു. അങ്ങനെ അവിടെ ഇരുന്നു. ചുരുക്കി പറഞ്ഞ പരിചയപ്പെട്ടു. കഥ പറയുന്നത് കല്യാണം കഴിഞ്ഞതാ, സന്താനങ്ങളും ആയി എന്നാ പറയുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു മഴക്കാലം വന്നു. എല്ലായിടത്തും മഴ, പെരുമഴ. വെള്ളം പൊങ്ങി 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 എല്ലാം കുത്തി ഒലിക്കുന്ന സമയത്ത് ഈ വീട്ടിലും വന്നു വെള്ളം. അങ്ങനെ കുട്ടികളെയൊക്കെ കൂടെ എടുത്തു പിടിച്ചിട്ട് ഈശ്വര രക്ഷിക്കണേ എന്ന് പറഞ്ഞപ്പം ഭഗവാൻ ചോദിച്ചു, എവിടെടോ ഒരു ഗ്ലാസ് വെള്ളം? ഗംഭീരായിട്ടുള്ള കഥയാണ്. ഇവിടെ നാം കർമ്മഫലത്തിൽ ആസക്തരായി കഴിഞ്ഞാൽ നമുക്ക് വർത്തമാനം നഷ്ടപ്പെട്ടു പോകും. അതായത് പ്രസന്റ്. ഈ നാളെ നാളെ എന്ന് വെക്കല് ഫലത്തിലുള്ള പ്രതീക്ഷയിൽ നിന്നാണ്. നമ്മളെല്ലാം തന്നെ നമ്മൾ നാളെ ആവാം എന്ന് കരുതണമെന്ന് പറയാം. അപ്പൊ ഫലാസക്തിയിൽ നിന്ന് ഒരുവൻ നിവർത്തിക്കേണ്ടുന്നത് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു മാ ഫലേഷു എന്ന്. അതുപോലെ തന്നെ കർമ്മഫലഹേതുഹു മാ ഭൂ അകർമ്മണി. അകർമ്മണി, കർമ്മം ചെയ്യാതെ ഇരിക്കുക എന്നുള്ള ചിന്ത നിന്നിൽ ഒരിക്കലും സ്വാധീനം ചെലുത്താതിരിക്കട്ടെ. ഇങ്ങനെ 4 കാര്യങ്ങളിൽ നീ ശ്രദ്ധ ഉള്ളവനായിട്ടിരിക്കൂ. രാമകൃഷ്ണദേവൻ പറയും, ഒരു കാട്ടിലേക്ക് സഞ്ചരിക്കുന്ന ഒരാള്, കാട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരുവന് കാട്ടിൽ വഴി തെറ്റിക്കഴിഞ്ഞാൽ അവൻ എന്താ ചെയ്യുക? അവനവിടെ നിൽക്കും, അല്ലേ? നിന്നിട്ട് ഒന്ന് ചുറ്റും നോക്കും. എന്താ, എവിടെയാ വഴി, ഏതിലെയാ രക്ഷപ്പെടാനൊരു മാർഗം? കാട്ടിൽ അകപ്പെട്ട് വഴി തെറ്റി എന്നറിഞ്ഞ ഒരാള് പല ദിക്കിലേക്ക് ഓടില്ല. അങ്ങനെ ഓടിക്കഴിഞ്ഞാൽ എവിടെയും എത്തില്ല. അതുകൊണ്ടൊന്ന് നിന്ന് ചുറ്റും നോക്കി ഏതായിരിക്കാം, വല്ല ദിക്കറിയാൻ വല്ല മാർഗമുണ്ടോ? സൂര്യനെ കാണുന്നുണ്ടോ? അതിൽ ഉദയസൂര്യനാണെങ്കിൽ അസ്തമയ സൂര്യനാണെങ്കിൽ ദിക്ക് ഏകദേശം ഒരു ദിശാബോധം കിട്ടും. അതുകൊണ്ട് നിൽക്കേണ്ടതും ചുറ്റുവട്ടത്തെ നിരീക്ഷിക്കേണ്ടതും ആവശ്യമാണ്. രാമകൃഷ്ണദേവൻ പറയുന്നു, ഇതുപോലെ ഒരു നിൽപ്പ് പല നാളായി ഓടുന്നിങ്ങനെ, അങ്ങോട്ടോടി ഇങ്ങോട്ടോടി അവിടെ ഓടി ഇവിടെ ഓടി, ആകെ അസ്വസ്ഥതകൾ, അശാന്തി മാത്രം ഫലം. പിന്നെ ഓടുന്നത് അശാന്തിയെ നന്നായി പ്രദാനം ചെയ്യാൻ പോകുന്ന ജ്യോത്സ്യന്മാരുടെ അടുത്തേക്ക്. അതെ, ആകെ അസ്വസ്ഥമായി നിൽക്കുമ്പോഴാണ് അവരുടെ അടുത്ത് പോവുക. അവര് പറഞ്ഞു തരുന്ന അത് പിന്നെ അതിന്റെ പ്രതിവിധി ആലോചിച്ചിട്ട് അതിലേറെ അശാന്തി. അതേസമയം താനൊന്ന് നിശബ്ദനായി തന്റെ ഇന്നലകളിലെ തന്റെ ചെയ്തികൾ, ആ ചെയ്തികൾക്ക് നിദാനമായി ഇരുന്നത് എന്തായിരുന്നു, എന്നെ അത് ചെയ്യിക്കാൻ പ്രേരിപ്പിച്ചത്, ആ ഫലത്തിൽ ഞാൻ അധികം പ്രതീക്ഷ വെച്ചു. പലരും ഈ ഷെയർ മാർക്കറ്റിലൊക്കെ പോയിട്ട്, അല്ലെങ്കിൽ പലതിലും പോയി നമ്മൾ കുരുങ്ങുന്നത് എന്തുകൊണ്ടാ? അല്ല, ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊന്നും വരുന്നു, ഞാൻ വിചാരിച്ചില്ല. പിന്നെ ഞാൻ എങ്ങനെയാ വിചാരിച്ച്? ഞാൻ വിചാരിച്ചു ഇതാ ഇങ്ങനെ പല ഇതും കേട്ടിട്ടില്ലേ നിങ്ങൾ? ആട് കൃഷി 100 രൂപ 500 രൂപ ഷെയർ എടുത്തു കഴിഞ്ഞാൽ 5 വർഷം കൊണ്ട് 5000 രൂപ. കേട്ടപടി ഷെയർ എടുത്തു എല്ലാവരും. അതിനവര് പറഞ്ഞത് എന്താണ്? നിങ്ങളുടെ 500 രൂപ കൊണ്ട് ഞങ്ങൾ 2 ആടിനെ മേടിക്കും. ആ 2 ആട് 6 മാസം കൊണ്ട് പ്രസവിക്കും. 6 മാസം കൊണ്ട് പ്രസവിച്ചു കഴിഞ്ഞാൽ അതിൽ 4 കുട്ടികൾ ഉണ്ടാവും. 4 കുട്ടികളായി കഴിഞ്ഞാൽ അത് ചുരുക്കി പറഞ്ഞാൽ 5 വർഷം ആകുമ്പോഴേക്കും നിങ്ങൾക്കൊരു 500-600 ആടൊക്കെ ആവും. അപ്പൊ 500-600 ആടിന്റെ ഉടമസ്ഥനായി കഴിഞ്ഞാൽ എന്തായാലും ഇപ്പോഴത്തെ മാർക്കറ്റ് വില ആട്ടിറച്ചിക്ക് ഇത്രയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പല കച്ചവടങ്ങളിലും നമ്മൾ പോയിട്ട് അതിലൊക്കെ ഷെയർ എടുക്കുന്നുണ്ടല്ലോ. ഈ ഷെയർ എടുക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? നാളെ കുട്ടിയുടെ കല്യാണമുണ്ട്, അവന് വിദ്യാഭ്യാസമുണ്ട്, അപ്പൊ അതിനങ്ങനെ വേണം ഇങ്ങനെ വേണം, ഒരുപാട് ചിന്തകൾ. ആ ചിന്തകൾക്കനുസരിച്ച് കാര്യങ്ങൾ ശരിയാവുന്നില്ലെങ്കിൽ നമ്മൾ ആകെ അസ്വസ്ഥരാകും. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് വർത്തമാനകാലം നഷ്ടപ്പെടും.
ഭാവി എന്നത് ഇല്ലാത്തതാണ്, നമ്മുടെ കയ്യിലേ ഇല്ലാത്തതാണ്. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറയുന്നു, അകർമ്മണി തേ സംഗഹ മാ അസ്തു. അതുകൊണ്ട് നീ ഒന്നും ചെയ്യാതെ ഇരിക്കുകയും അരുത്, കർമ്മഫലത്തിൽ നിനക്ക് ഇച്ഛയും വേണ്ട എന്ന് പറയാം. ഇതാണ് ഇതിലെ കർമ്മയോഗ സൂത്രങ്ങളെന്ന് പറയുന്ന 4 സൂത്രങ്ങൾ. തുടർന്ന് എന്താണ് യോഗം എന്നതിനെ ഭഗവാൻ അവതരിപ്പിക്കണം നോക്കാം നമുക്ക്. യോഗസ്ഥഃ കുരു കർമാണി സംഗം ത്യക്ത്വാ ധനഞ്ജയ സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യത്തെ. ഹേ ധനഞ്ജയ, അല്ലയോ അർജുന, ധനം എന്ന് പറഞ്ഞാൽ പരമപുരുഷാർത്ഥമായിട്ടുള്ള ധർമ്മത്തെ, പരമമായ ധർമ്മത്തെ സാക്ഷാത്കരിക്കാൻ യോഗ്യനായിട്ടുള്ള, അതിനായി തയ്യാറാകേണ്ടുന്ന അർജുന, ത്വം യോഗസ്ഥഃ, ത്വം എന്ന് പറഞ്ഞാൽ നീ, യോഗസ്ഥഃ യോഗസ്ഥനായിട്ട്, സംഘം ത്യക്ത്വ സംഘത്തെ ഉപേക്ഷിച്ച്. എന്താ ഈ സംഘം എന്ന് പറഞ്ഞാല്? കുറെ നേരമായി അതാ കുറച്ച് ശ്ലോകങ്ങളിലായിട്ട് ഈ ഭഗവാൻ പറയുന്നുണ്ട് സംഘം സംഘം എന്നത്. നമ്മൾ നന്നായി വിചാരം ചെയ്യേണ്ടതാണ്. എന്താണ് സംഘം? എന്തിനോടാണ് നമുക്ക് ഇപ്പോഴുള്ള സംഘം? എന്തിലാണ് നമുക്ക് സംഘമില്ലായ്മ? ഈ സംഘം ഇല്ലാതെ ആവാനാണ് നമ്മൾ സത്സംഗം ചെയ്യുന്നത് എന്നാ. സത്സംഗത്തിലൂടെ മാത്രമേ നിസ്സംഗം ഉണ്ടാവുള്ളൂ എന്നാ ശങ്കരാചാര്യസ്വാമികൾ പറയുന്നുണ്ട്. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. അപ്പൊ ജീവൻ മുക്തിക്ക് അധിഷ്ഠാനമായ, ജീവൻ മുക്തി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ സ്വാതന്ത്ര്യം, അതിലേക്ക് ഒരുവനെ കൊണ്ടുപോകുന്നത് സംഘത്തെ ഉപേക്ഷിക്കല. അപ്പൊ സംഘത്തെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് വേറൊരു സംഘത്തെ പറയുന്നു. ആ സംഘത്തിനെയാണ് ഇവിടെ സത്സംഗം എന്ന് പറയുന്നത്. സത്സംഗം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സാമാന്യം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു സ്വാമിയാരുടെ സമീപത്ത് ഇരിക്കുക, അല്ലെങ്കിൽ ആശ്രമത്തിൽ, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ, അതുപോലുള്ള വിഹാരങ്ങൾ, ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ പോയി സമയം ചെലവഴിക്കുക എന്നുള്ളത്. പലപ്പോഴും സത്സംഗങ്ങളിൽ കേൾക്കുന്നത്, സത്സംഗത്തിന് പോകുന്ന ആളുകൾ പറയും, ഇന്ന് അയാളെ കണ്ടില്ലല്ലോ, അല്ലെങ്കിൽ അവളെ കണ്ടില്ലല്ലോ, അവളിപ്പോ സത്സംഗത്തിനൊന്നും വരാറില്ല എന്ന് തുടങ്ങുന്ന ദുസ്സംഗങ്ങളാണ് അവിടെ. പലപ്പോഴും ആളുകൾ സത്സംഗത്തിൽ എത്താറ് കാണാറില്ല. പിന്നെ അവിടെ തന്നെ നമ്മളെ സത്തിലേക്ക് നയിക്കുന്നതിന് പകരം വീണ്ടും നമ്മുടെ ഓരോരോ കുടുക്കുകളിലേക്ക് നമ്മളെ വീഴ്ത്തുന്നു എന്ന് പറയാം. അപ്പൊ നമ്മൾ ആശ്രമത്തിൽ പോകുന്നു എല്ലാ സംഘങ്ങളിൽ നിന്നും വിടാൻ വേണ്ടി. പക്ഷെ ആശ്രമത്തിൽ പോയിട്ട് ആശ്രമത്തിലെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. പിന്നെ അവിടുത്തെ കാര്യമായി, ആശ്രമത്തിലെ കൃഷിയായി, വീട്ടിലെ കൃഷി ഉപേക്ഷിച്ചു, പക്ഷെ ആശ്രമത്തിലെ കൃഷിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അവിടെയും നമ്മൾ ഉപേക്ഷിക്കുന്നില്ല എന്ന് പറയാം. ഈ സംഘം ഉള്ളിൽ വല്ലാതെ പിടികൂടിയിട്ടുണ്ട്. ഈ സംഘം ഇരിക്കുന്നത് പുറത്തല്ല, അകത്താണ്. ഒരിക്കലും ഈ സംഘത്തെ ത്യജിക്കുക എന്നുള്ളത് ആശ്രമത്തിൽ ഗുരു ശിഷ്യനോട് പറഞ്ഞിട്ട് ശിഷ്യന് മനസ്സിലാവുന്നില്ല. അവസാനം ഗുരുവിന് തോന്നി, ഒരു കാര്യം ചെയ്യാം, ഇത് കൽപ്പനയാണ്, അയഥാർത്ഥ്യമാണ്, സാങ്കല്പികമാണ്, ഉള്ളിൽ നിന്നാണ് അതിനെ എടുത്തു മാറ്റേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല എന്ന് പറയാം. അങ്ങനെ ഇരിക്കെ ഗുരു ഒരിക്കൽ ഒരു സ്ഥലത്ത് അവര് മറ്റൊരാശ്രമത്തിൽ പോയി. അപ്പൊ ആ ആശ്രമത്തില് ഒരു മഹാത്മാവിന്റെ ജയന്തിയോ സമാധിയോ അതോടനുബന്ധിച്ച് അവരെ വിളിച്ചതാണ് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പൊ ഗുരുവും ശിഷ്യന്മാരും കൂടെ പോയി. അവർ ഭക്ഷണമൊക്കെ കഴിഞ്ഞു. കുറച്ച് സമയം വിശ്രമിക്കാനായിട്ട്, അവിടെ വലിയ ആശ്രമമാണ്, വിശ്രമിക്കാൻ വേണ്ടി അവരുടെ ഒരു ഹാളിനകത്ത് അവിടെ കിടന്നോളാൻ പറഞ്ഞു. അപ്പൊ ഗുരുവിന് തോന്നി, ഇപ്പം ശിഷ്യന്മാരെ ഒന്ന് പഠിപ്പിക്കാം, കുറച്ചു സമയം കിട്ടിയതാണ്. അപ്പൊ ഗുരു അവരോട് പറഞ്ഞു, നമുക്കൊരു കളി കളിക്കാം. അപ്പൊ കുട്ടികൾ കുറെ കാലമായി ആശ്രമത്തിൽ നിന്ന് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ഗുരു കളിക്കാമെന്ന് പറഞ്ഞപ്പോ വലിയ സന്തോഷമായി. അപ്പം ഈ ചോദ്യം ചോദിച്ച വിദ്വാനെ ഗുരു വിളിച്ചിട്ട് പറഞ്ഞു, നമുക്കിതൊരു പുതിയ കളിയാണെന്ന് പറയാം. അപ്പൊ അവിടെ ഇവർക്ക് അന്തേവാസികൾക്ക് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പായ ഇട്ട് കൊടുത്തിട്ടുണ്ട്, തലയിൽ വെക്കാൻ ഒരു തലയിണ, ഓരോരോ ചെറിയ ചെറിയ തലയിണയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഗുരു അതിലെ എല്ലാ തലയിണയും ഇങ്ങോട്ട് എടുക്കാൻ പറഞ്ഞു. ആ തലയിണ മുഴുവൻ എടുത്തിട്ട് അവിടെ 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 നിരത്തി വെച്ചു. ആ സത്സംഗ് ഹാളിൽ പലയിടത്തായിട്ട് ഇങ്ങനെ തലയിണ വെച്ചിട്ട് ഈ സംഘത്തെക്കുറിച്ച് ചോദിച്ച ശിഷ്യനോട് നോക്കിക്കോളാൻ പറഞ്ഞു. എല്ലാം അദ്ദേഹം എല്ലാം കണ്ടു. പിന്നെ
ഒരു ഷോൾ എടുത്തിട്ട് ഈ ശിഷ്യന്റെ കണ്ണ് കെട്ടി. കണ്ണ് കെട്ടിയിട്ട് പറഞ്ഞു, ഒരു തലയിണയിലും തൊടാതെ അപ്പുറത്തെത്തണം. ഇതാണ് കളി. ഒരു തലയിണയിൽ പോലും പാദസ്പർശം ഉണ്ടാവാൻ പാടില്ല എന്ന് പറയാം. അങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ തോറ്റു. അപ്പൊ കെട്ടുന്നതിന് മുമ്പായിട്ട് ആള് നോക്കി എവിടെയൊക്കെയാണ് തലയിണുള്ളതൊക്കെ റെഡിയായിട്ട്, ശരി കെട്ടിക്കോളാൻ പറഞ്ഞു. കെട്ടി അവനെ വിട്ടു. അപ്പൊ അവൻ ഇങ്ങനെ കാലെടുത്ത് ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഈ കൂട്ടുകാരൊക്കെ ചിരിക്കാൻ തുടങ്ങും. എന്ന് പറഞ്ഞ് ചിരിക്കുമ്പോ അവൻ മെല്ലെ കാല് മാറ്റും. അങ്ങനെ പിന്നെ വെക്കാൻ നോക്കുമ്പോ പിന്നെ അവർക്ക് ചിരി വരും. അവരുടെ ചിരി കേൾക്കുമ്പോ ഇവനിങ്ങനെ വെക്കാനൊരു ഭയമാണ്. ചുരുക്കി പറഞ്ഞാൽ അവൻ എങ്ങനെയൊക്കെയോ ഓരോ കാലും വെച്ചു, ഒരു തലയിണയും തൊടാതെ തൊട്ട് അങ്ങനെ ചവിട്ടിയൊക്കെ ഒരു അരമണിക്കൂർ കൊണ്ട് അവൻ അവിടെ എത്തി എന്ന് പറയാം. ഒരു തലയിണയിൽ പോലും തൊട്ടില്ല. പക്ഷെ കാലെടുത്തു വെച്ചതൊക്കെ വളരെ പ്രയാസപ്പെട്ടിട്ടായിരുന്നു. ഗുരു കെട്ടഴിച്ചു. കെട്ടഴിച്ച സമയത്ത് അവിടെ ഒരൊറ്റ തലയിണയും ഇല്ല. കെട്ടിയപ്പോ തന്നെ ഗുരു എല്ലാ തലയിണയും മാറ്റിയിട്ടുണ്ട്. പിന്നെ തലയിണ ഉണ്ടായത് മുഴുവൻ ഉള്ളിലാണെന്ന് പറയാം. ഉള്ളിൽ ഈ തലയിണ ഉള്ളിടത്തോളം കാലം കാലുകൾ മര്യാദയ്ക്ക് വെക്കാൻ പറ്റില്ല എന്ന് പറയാം. ഇതുപോലെ സംഘം നാം അകത്ത് പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. വല്ലാത്ത രൂഢമൂലമായിട്ട് അതിന്റെ വേരുകളെക്കുറിച്ച് 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അതിനെയാണ് ഭഗവാൻ അസംഘശസ്ത്രേണ ദൃഢേന ചിത്വ എന്ന് പറഞ്ഞിട്ടുള്ളത്. യുദ്ധം, ഒന്നാമത്തെ യുദ്ധം അതാണ്. അസംഗമാകുന്ന ശസ്ത്രം കൊണ്ട്, ഡിറ്റാച്ച്മെന്റ് ആകുന്ന വാളുകൊണ്ട്, ഹേ അർജുന ദൃഢേന ചിത്വ, അതിനെയാണ് ആദ്യം ഛേദിക്കേണ്ടത്. സംഘത്തെ ഛേദിക്കൂ. അറിവ് കൊണ്ട് മാത്രമേ ഉള്ളൂ. ചട്ടമ്പി സ്വാമികള് നിജാനന്ദ വിലാസം എന്ന കൃതിയിൽ ചട്ടമ്പി സ്വാമികള് ഇതിന് ഗുരു ശിഷ്യ സംവാദ രൂപത്തിലാണ് അതിനെ ഘടിപ്പിച്ചിട്ടുള്ളത്. ചട്ടമ്പി സ്വാമികൾ വളരെ അപൂർവമായിട്ടുള്ള കൃതികളെ രചിച്ചിട്ടുള്ളൂ. ഉള്ളതൊക്കെ അത്രയും ഗഹനമാർന്നതാണ്. അതിൽ ചട്ടമ്പി സ്വാമികൾ ഈ സംഘത്തെക്കുറിച്ച് ശിഷ്യൻ ചോദിക്കുന്നതും ഗുരു ഉത്തരം പറയുന്നതുമുണ്ട്. അതിൽ ശിഷ്യൻ ചോദിക്കുകയാണ്, ഗുരു, വെള്ള ഉടുപ്പില് കറുപ്പ് മുതലായിട്ടുള്ള അഴുക്ക് പുരണ്ടു കഴിഞ്ഞാൽ ആ അഴുക്കിനെ മാറ്റാൻ സോപ്പ് മുതലായിട്ടുള്ളതൊക്കെ വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളഞ്ഞാൽ അത് സാധിക്കുമല്ലോ? ശരിയാണ്, പ്രയത്നം കൊണ്ട് അത് സാധിക്കും. എന്നാൽ ഒരു സ്ഫടികം ഒരു എന്താ പറയാ, ഒരു നിറമുള്ള തുണിയുടെ മുകളിൽ, അതായത് അതിൽ പറയുന്നത് സ്ഫടികത്തിന് ചേർന്നുകൊണ്ട് ചെമ്പരത്തിപ്പൂ വെച്ചു കഴിഞ്ഞാൽ ആ ചെമ്പരത്തിപ്പൂവിന്റെ നിറം, ചുവന്ന നിറം സ്ഫടികത്തിൽ ആവേശിക്കപ്പെട്ടിട്ടുണ്ട്. ആ ആവേശിക്കപ്പെട്ട നിറത്തെ എങ്ങനെയാണ് ഗുരു ഇല്ലാണ്ടാക്കുക? അവിടെ സോപ്പിട്ടാൽ പോവോ? ഇല്ല. ഗുരു പറയുന്നത്, മോനെ, ആത്മവിചാരം കൊണ്ട്, ബുദ്ധി കൊണ്ട് വേണം അതിനെ ഇല്ലാതെയാക്കാൻ. അറിവ് കൊണ്ട് വേണം സംഘത്തെ ത്യജിക്കാൻ എന്ന് പറയാം. അതുകൊണ്ട് ഈ ഒരു അറിവ് നമുക്കുണ്ടായിരിക്കണം. എന്താണ് അറിവ്? എന്തൊക്കെയായിട്ടാണോ ഇപ്പൊ നമുക്ക് സംഘമുള്ളത്, അതിനടിസ്ഥാനം എന്താണ്? ആ സംഘമാണല്ലോ മഹാഭാരതത്തിലെ ഏറ്റവും വലിയ പ്രശ്നവും യുദ്ധത്തിന്റെ കേന്ദ്രമാക്കി വ്യാസൻ നിർത്തിയിരിക്കുന്നത്. അതല്ലേ കർണൻ എതിർപക്ഷത്ത് നിർത്തിയത്? ഞങ്ങളുടെ സഹോദരനാണെന്ന് അറിഞ്ഞപ്പോണ്ടായ വിഷമം, സംഘത്തിൽ നിന്നുണ്ടായ ദുഃഖം, അതുവരെ ആരാണെന്ന് അറിയാതിരുന്നപ്പോ അവനെ കൊല്ലണം എന്ന് തന്നെയായിരുന്നു. അതിൽ രണ്ട് കളി വ്യാസഭഗവാൻ കളിക്കുന്നുണ്ട് എന്ന് പറയാം. അപ്പൊ സംഘം എന്ന് പറഞ്ഞാൽ ഈ ഒട്ടൽ പലതിനോടും നമുക്ക്, കുട്ടിയോടുള്ള സംഘം തന്നെ എന്താണെന്നറിയോ? മകനോടുള്ള സംഘം അവൻ ഇന്നതായി തീരണം എന്നതാണ്. അവൻ എന്തെങ്കിലും ഒന്നായാൽ പോരാ. കുട്ടികളിൽ നമ്മൾ അമിതമായ താത്പര്യം വയ്ക്കുന്നു. ഒന്നിലുമില്ല അവന് സ്വാതന്ത്ര്യം. മുടി വെട്ടാൻ പോലും ഇല്ല സ്വാതന്ത്ര്യം. മുടി ജീവിയാ ചോദിക്കുക, എന്താ ഇത് ഇങ്ങനെ ജീവിയതെന്ന്. എടാ നേരെ ജീവു, മര്യാദയ്ക്ക് ജീവു എന്ന് പറഞ്ഞാൽ അച്ഛൻ ഇങ്ങോട്ട് വാ. ചെറുപ്പത്തിൽ തന്നെ അച്ഛനാണല്ലോ അല്ലെങ്കിൽ അമ്മയൊക്കെയാ ജീവി കൊടുക്കുക. ജീവാൻ പ്രായമായി കഴിഞ്ഞാൽ പോലും കൊടുക്കില്ല. ഉടുപ്പ് എങ്ങനെ തയ്ക്കണം, ഷർട്ട് ഫുൾ കൈ വേണോ ഹാഫ് സ്ലീവ് വേണോ, അതൊക്കെ തീരുമാനിക്കുക അച്ഛനാണെന്ന് പറയാം. അച്ഛനല്ലെങ്കിൽ അതുപോലെ ആരെങ്കിലും ഒക്കെ. അതായത് ഇവനെ ഇങ്ങനെ നടത്തണം, ഇവനെ ഇന്ന ആളാക്കണം, അവന് ഇന്നാളെ കല്യാണം കഴിക്കണം, ഞാൻ നിശ്ചയിച്ചു, ഇന്നാളോട് ഞാൻ വാക്ക് കൊടുത്തു. അപ്പൊ അവന് വ്യക്തിത്വമൊന്നുമില്ല, ഒന്നുമില്ല. കാരണം എന്റെ മോനാണ്,
എനിക്ക് എന്തൊക്കെ ആകാത്തതുണ്ടോ അതൊക്കെ ഇവനായി തീരണം. എന്നിട്ട് എനിക്ക് അതിന്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കണം. അല്ലാതെ കുട്ടികളോടുള്ള സ്നേഹമൊന്നുമല്ല, വെറും സംഘം മാത്രം. നമ്മൾ വിചാരിക്കുന്നു അയ്യോ അവരോടൊക്കെ നമുക്ക് വല്ലാത്തൊരു അമിതമായ പ്രേമമാണ്, സ്നേഹമാണ്, അതാണ് ഇതാണ്. ഒന്നുമില്ല. നമ്മുടേതായിട്ടുള്ള സ്വാർത്ഥത അത് നാം ഇങ്ങനെ വെച്ച് പുലർത്തണം. അതിന് നമ്മളിവിടെ ആദ്യം കണ്ടുവല്ലോ, 1-ാം അധ്യായത്തിൽ ഗംഭീരങ്ങളായിട്ടുള്ള ഉടുപ്പുകളുണ്ട്. നമ്മുടെ സ്വാർത്ഥതയ്ക്ക് നാം പേരിട്ടിരിക്കുന്ന ഉടുപ്പുകൾ കടമയെന്നും സ്നേഹമെന്നും ഉത്തരവാദിത്വമെന്നും ഇത്യാദി ഭാവങ്ങളെ കൊണ്ട് അതിനെ ഇങ്ങനെ എന്താ പറയാ ആവരണം ചെയ്തിരിക്കുക. അതുകൊണ്ട് സംഘത്തെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കാര്യത്തിൽ ഉത്തരവാദിത്വം ഇല്ലാതെ ഇരിക്കുക എന്നല്ല, നമ്മുടെ സാന്നിധ്യം. അതുകൊണ്ടാണല്ലോ സ്നേഹത്തെ നിർവചിച്ചിരിക്കുന്നത് എങ്ങനെയാ? ദർശനേ സ്പർശനേ ശ്രവണേ വാപി എത്ര ദ്രവത്യന്തരംഗം സസ്നേഹ ഇതി കഥ്യതേ. ദർശനത്തില്, നമ്മുടെ നോട്ടത്തില്, സ്പർശനത്തില്, നമ്മുടെ ഒരു തലോടലില്, ശ്രവണേ ഭാഷണേ ദിവ കേൾക്കുന്നതില്, പറയുന്നതില്, എത്ര ദ്രവത്യന്തരംഗം അന്തരാത്മാവിന്റെ ആ ദ്രവീകരണം എവിടെ സംഭവിക്കുന്നുവോ അവിടെ സ്നേഹമുണ്ട്. ഇത് നമ്മുടെ വീടുകളിൽ സംഭവിക്കുന്നുണ്ടോ? അച്ഛൻ മകനോട് പറയുന്ന സമയത്ത് ദർശനേ സ്പർശനേ ശ്രവണേ ഭാഷണേ ദിവ, ഇവിടെയൊക്കെ എനിക്ക് ചൊറിഞ്ഞു കയറുന്നുണ്ട്, നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ മനുഷ്യ എന്നവൻ ആദ്യാദ്യം പറയില്ല. വലുതായി കഴിഞ്ഞാൽ പറയും ഇതൊന്ന് നിർത്തൂ എന്ന്, അല്ലേ? ദർശനേ സ്പർശനേ ഭാഷണേ ദിവ. ഇതാകെ നടക്കുന്നത് പ്രേമത്തിൽ മാത്രമേ ഉള്ളൂ. പ്രേമത്തിൽ അപ്പോ അവിടെ ഇങ്ങനെ നടക്കും. ടെലിഫോണൊക്കെ ഇങ്ങനെ എടുത്തു വെച്ച് മണിക്കൂർ കണക്കിന്. ഒരിക്കൽ വിവാഹിതരായി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു എന്ന് പറയാം. ആദ്യം അവര് പറയുന്നത് എന്താ പറയാ, ഇയാൾ പറയുന്നത് അവര് കേട്ടോണ്ടിരിക്കും. പുരുഷൻ പറയുന്നത് സ്ത്രീ ഇങ്ങനെ എത്ര വേണം ഈ മണിക്കൂർ കേൾക്കുന്ന. കഴിഞ്ഞാൽ അവര് പറയുന്നത് ഇയാൾ കേൾക്കും. പിന്നെ ഇവർ രണ്ടുപേരും പറയുന്നത് നാട്ടുകാർ കേൾക്കും. ഇതാണ് ഇതിൽ സംഭവിക്കുന്നത്. അപ്പൊ അവിടെ എന്തില്ലായിരുന്നു? യഥാർത്ഥത്തിലുള്ള ദ്രവീകരണമൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല എന്ന് പറയാം. അപ്പൊ നമ്മൾ ശരിക്കും ആലോചിക്കണം. ഇപ്പൊ സ്വാമി പറയുമ്പം നിങ്ങളെല്ലാം ഇങ്ങനെയാണ് എന്ന് സ്വാമി പറയുന്നില്ല. എത്രയോ പേരുണ്ട് കുട്ടികളെ സ്വതന്ത്രമായി ചിന്തിക്കാനും എല്ലാ കാര്യത്തിലും. ഒരു വിഷയം എടുക്കുന്നതിൽ പോലും സ്വാതന്ത്ര്യമില്ലാത്ത കുട്ടികൾ അനുഭവിക്കുന്ന വിഷമമുണ്ടല്ലോ നമുക്കറിയാം. ടീച്ചേഴ്സിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള പ്രഷർ, പിന്നെ പാരന്റ്സിന്റെ ഇടയിൽ, ഇതിന്റെ രണ്ടിന്റെ ഇടയിലായി കുട്ടികൾ. കാരണം അവരങ്ങോട്ട് നിശ്ചയിച്ചിരിക്കുക ഇവൻ ഇന്നതാവണം, ഇവൾ ഇന്നതാവണം. അതിനനുസരിച്ച് ടീച്ചർമാരും. ഇതൊന്നും വേണ്ട എന്നാണ് അവന്റെ ആഗ്രഹം. അപ്പൊ നമ്മുടെ സംഘം എന്താ? ഈ സംഘം എന്ന് പറഞ്ഞതാ ഇതൊക്കെ തന്നെയാ സംഘം. എനിക്ക് അമിതമായ എന്റെ സങ്കല്പങ്ങളെ ഏതെങ്കിലുമൊക്കെ പ്രകാരത്തിൽ പൂർത്തീകരിക്കണം. ഒരു പൂ പോലും, ഒരു പൂച്ചെടി പോലും, ഒരു പൂച്ചെടിയുടെ വിത്ത് പാക്കറ്റ്, നമ്മളൊരു ഫ്ലവർ ഷോന് പോയിട്ട് അതിന്റെ ഒരു നല്ല ഭംഗിയുള്ള ഒരു പൂച്ചെടിയുടെ പടം അതിൽ കണ്ടു, ഫോട്ടോ കണ്ടിട്ട് മേടിച്ചു. അയാളോട് ചോദിച്ചു ഈ പൂവാണോ? അതേന്ന് പറഞ്ഞു. എന്നിട്ടാ മേടിച്ചു കൊണ്ടുവന്നത്. എന്നിട്ട് അത് വീട്ടിൽ കുഴിച്ചിട്ടു, അത് വളർന്നു, അതൊരു പൂവിട്ടു. പൂട്ട സമയത്ത് ഇതുപോലെയൊന്നുമല്ല. പക്ഷെ നമ്മൾ പറയാ ആ കള്ളൻ പറ്റിച്ചു എന്ന്. നോക്കൂ, അപ്പൊ നമ്മുടെ ഒരു സംഘമുണ്ട് ഏതില്, അതുപോലെ ഇതിലിങ്ങനെ വിരിയണം. ഈ അടിച്ച പൂ പാക്കറ്റും ആ വിത്തുമായിട്ട് ഒരു ബന്ധവുമില്ല. കാരണം ഈ റെഡിമെയ്ഡ് ഈ സാധനങ്ങൾ ഇഷ്ടംമാതിരി കിട്ടും. ഈ സാധനം എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിലും എടുത്തിട്ടാം. ചിലപ്പം മാറിയതായിരിക്കാം വിത്തുകൾ നിറയ്ക്കുന്ന സമയത്ത്. എന്നാലും നമ്മുടെ ഒരു സംഘം വേറൊരു പ്രകാരത്തില് അകത്ത് അന്തർലീനമായിരിക്കുന്നു, പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇങ്ങനെ സംഘങ്ങളുടെ പ്രതിഷ്ഠ അകത്തിങ്ങനെ എന്താ പറയാ, ഒരു ഇളകാത്ത രൂപത്തിൽ അങ്ങനെ ഇരിക്കുക. അതിനെ ഇളക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഖലീൽ ജിബ്രാൻ പറയുന്നത്, നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കുട്ടികളല്ല, അവർ നിങ്ങളിലൂടെ വന്നു, നിങ്ങളിൽ നിന്നല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അവരുടെ ആ ശരീരങ്ങളെ വീടുകളിൽ പാർപ്പിക്കാം. നിങ്ങൾക്ക് അവർക്ക് സ്നേഹം കൊടുക്കാം.
നിങ്ങൾക്ക് ഒരിക്കലും സ്വപ്നത്തിൽ പോലും കടന്നു ചെല്ലാൻ പറ്റാത്ത നാളെയിൽ അവർ ജീവിക്കുന്നു എന്ന് പറയാം. അവർ വളരുന്നു, നിങ്ങൾ തളരുന്നു. നിങ്ങളെ പോലെയാക്കാൻ നിങ്ങൾ അവരെ ശ്രമിക്കരുത്. അവരെ പോലെയാവാൻ നിങ്ങൾ ശ്രമിക്കുക. എന്നാൽ നിങ്ങൾക്ക് വളർച്ച ഉണ്ടാവുന്ന. കാരണം അവർ വളരുകയാണ്, നിങ്ങൾ തളരുകയാണ്. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് നമ്മളെ പോലെയാക്കാൻ അവരെ നിരന്തരം ശ്രമിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, അവർ നിങ്ങളിലൂടെ വന്നു, നിങ്ങളിൽ നിന്നല്ല. നമ്മുടെയൊക്കെ കുട്ടികൾ നമ്മളിലൂടെ വന്നതാണ്. അതുകൊണ്ട് അമിതമായ സംഘം, നമ്മുടെ സാന്നിധ്യം അവർക്ക് എന്തിനും എന്താ പറയാ, നല്ലൊരു ആത്മവിശ്വാസത്തിനും ഉണർവിനും ഒക്കെ പോകുന്നതായിരിക്കട്ടെ. പലപ്പോഴും നമ്മുടെ സാന്നിധ്യം ഇല്ല എന്നറിയുമ്പോൾ അവർക്കൊരു സന്തോഷമാണ് വീട്ടിൽ. അച്ഛൻ 4 ദിവസത്തേക്ക് ടൂറിന് പോവാന്ന് പറഞ്ഞാൽ ഹാവൂ സമാധാനായി. അങ്ങനെയാവരുത്. അതുകൊണ്ട് സംഘം ത്യക്ത്വ എന്ന് പറയുമ്പം എല്ലാറ്റിലുമുള്ള സംഘത്തെ, എവിടെയൊക്കെ ഈ സംഘം ഇരിക്കുന്നുവോ അതിനെ എല്ലാറ്റിനെയും ത്യജിച്ചുകൊണ്ട് സിദ്ധ്യോ, സിദ്ധ്യ കിട്ടിയിട്ടുള്ളതില്, അസിദ്ധ്യ കിട്ടാത്തതില്, കിട്ടിയിട്ടുള്ളതിലും കിട്ടാത്തതിലും സമഭൂത്വ, സമഭാവനയുള്ളവനായിട്ട്. അപ്പൊ എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ ഇല്ല കണക്കെടുക്കുക. ഇപ്പൊ ഉണ്ടല്ലോ, ഇല്ലാത്തതിന്റെ കണക്ക് നമുക്ക് നന്നായിട്ട് അറിയാം. ഉള്ളത് എഴുതാൻ ശ്രമിച്ചു നോക്കൂ. ഒരിക്കലും ഒരു പച്ചക്കറി മാർക്കറ്റിൽ പോയിട്ട് ഒരു 50 രൂപ, 50 അല്ല കുറച്ചധികം കാശിന് അദ്ദേഹം പച്ചക്കറി മേടിച്ച് വണ്ടിയിൽ വെച്ച് കോളനികളിലൊക്കെ പോയി പച്ചക്കറി വിൽക്കുന്ന ഒരാളാണ്. അപ്പൊ 10 കിലോ തക്കാളി, 10 കിലോ വെണ്ടയ്ക്ക, അങ്ങനെ ഓരോന്നൊക്കെ എടുക്കും. ചില സമയത്ത് തക്കാളി മാത്രം എടുക്കും. അങ്ങനെ കൊണ്ടുപോകുന്ന പല പച്ചക്കറികൾ വിൽക്കുന്ന ഒരാളാണ്. ഇദ്ദേഹം ഒരിക്കലും ഗുരുവിനോട് പറഞ്ഞു, ഗുരു ഞാനൊരു ദരിദ്രവാസി, എനിക്കൊന്നുമില്ല എന്ന് പറയാം. അപ്പൊ ഗുരു അവനെ നോക്കിയിട്ട് പറഞ്ഞു, അല്ല നീ ലക്ഷാധിപതിയാണെന്ന് പറഞ്ഞു. ഗുരു പറഞ്ഞു, ഇദ്ദേഹം പറഞ്ഞു, അങ്ങ് പരിഹസിക്കരുത് എന്ന് പറയാം. അല്ലടോ എന്ന് പറഞ്ഞു, നിന്നിൽ ഞാൻ വലിയൊരു ലക്ഷാധിപതിയെ കാണുന്നു. അപ്പൊ ഗുരു ഭാവി പ്രവചിക്കാൻ കഴിവുള്ള ആളാണ്. ചിലപ്പോ ഞാനൊരു നാളെ ഒരു ലക്ഷാധിപതി ആവാം എന്ന ഭാവത്തില് ഗുരുവിന്റെ അടുത്തേക്ക് ഒന്നുകൂടെ ചെന്നിട്ട് ചോദിച്ചു, ഗുരു അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഗുരു പറഞ്ഞു, ഞാൻ നിന്നിൽ 2 കിഡ്നി കാണുന്നു ഉള്ളില്. ഇന്ന് കിഡ്നിയുടെ വില നിനക്കറിയോ മാർക്കറ്റിൽ എത്രയാണ്? നിനക്ക് 2 കണ്ണുകളുണ്ട്. അപ്പൊ കിഡ്നിക്ക് ഇത്ര, കണ്ണിന് ഇത്ര, ഇങ്ങനെ ഓരോന്നിന് വില നിശ്ചയിച്ചോളാൻ പറഞ്ഞു. അവൻ അവിടുന്ന് ഓടി എന്നാണ്. അവൻ ഒരു സ്ഥലത്ത് ശാന്തനായി ഇരുന്നു കൊണ്ട് അവൻ തക്കാളിക്കും വെണ്ടയ്ക്കും വിലയിടുന്നത് പോലെ അവൻ കിഡ്നിക്കും അതുപോലെ ഹാർട്ടിനും അതുപോലെ ഓരോ രോമകൂപങ്ങൾക്ക്, ഓരോ രോമത്തിന് അവൻ വിലയിട്ട സമയത്ത് കോൻ ബനേഗ കരോർപതി എന്ന ചോദ്യത്തിന് അവൻ ഉത്തരം കിട്ടിയെന്ന് പറയാം. നമുക്ക് എന്തൊക്കെ ഇന്നുണ്ട് എന്ന് ചോദിക്കാം. ഇന്നുള്ളതിൽ നാം കൃതാർത്ഥരാണോ? ഒരുപാട് ഇന്നിപ്പം നമുക്ക് എന്തൊക്കെ ഉണ്ട്. താമസിക്കാൻ വീടുണ്ടെങ്കിൽ, അണിയാൻ വസ്ത്രമുണ്ടെങ്കിൽ, 3 നേരം കഴിക്കാൻ ആഹാരം ഉണ്ടെങ്കിൽ, ഇത്ര തന്നെ ആയാൽ അധികമായി. ഇതിപ്പോ പ്രശ്നം അതൊന്നുമല്ല. ഇപ്പൊ പ്രശ്നം മോനും മരുമകളും ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല. ആവശ്യത്തിലധികം സംഗതികളൊക്കെ ഉണ്ട്. അവൻ ഞാൻ പറഞ്ഞത് അനുസരിക്കുന്നില്ല. ഇപ്പൊ പുതിയതായിട്ടൊരു വാഷിംഗ് മെഷീൻ മേടിച്ചു കൊണ്ടുവന്നു, എന്നോടൊരു അക്ഷരം ചോദിക്കാതെ. വയസ്സ് അമ്മയ്ക്ക് 89 കഴിഞ്ഞു. പക്ഷെ ഞാൻ അറിയുന്നില്ല വീട്ടിൽ എന്താ നടക്കുന്നത് എന്ന്. ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് ശാന്തി മുഴുവൻ കളഞ്ഞ് എന്നിട്ട് പറയണു, എന്റെ ഭഗവാനെ എന്തൊരു കഷ്ടാണ്, എന്തൊരു നരകമാണോ എന്ന്. ആരാണ് ഇത് തീർത്തത്? അറിയോ നിങ്ങൾക്ക്? റോഡിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഒന്നും വേണ്ട, മഴക്കാലത്ത് നിങ്ങളൊന്ന് റോഡിലേക്ക് ഇറങ്ങും, പീടികയെ കോലായിലൊക്കെ കിടക്കുന്നത് കാണാം ആളുകൾ. മഴ പെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചാറിലടിക്കുമ്പം, കാറ്റും കൂടി അടിക്കുമ്പോൾ അവരിങ്ങനെ കാലൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് വലിച്ച് പുതയ്ക്കാൻ പുതപ്പ് പോലും ഉണ്ടാവില്ല.
നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബോംബെയിൽ സൽമാൻ ഖാൻ ഒരാളെ കാറ് കയറ്റി കൊന്നു എന്ന്? നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും അയാൾ അങ്ങനെ കുട്ടിച്ച് കൂത്താടിയിട്ട് ചെയ്തതാണെന്ന്. സ്വാമി ആരെയും ന്യായീകരിക്കുകയല്ല, അതവിടെ നിത്യസംഭവമാണ്. റോഡിൽ ഈ ഡിവൈഡറിന്റെ മുകളിൽ ആളുകൾ കിടന്നുറങ്ങുന്നത് കാണാം. ഒരു ദിവസം ബോംബെയിൽ ബോരിവല്ലിയിൽ സ്വാമി യജ്ഞം നടത്താൻ വേണ്ടി രാവിലത്തെ ക്ലാസ്സിന് പോകുന്ന സമയത്ത് ശരിക്കും ഇവിടെയൊക്കെ നായ പോലും റോഡിൽ പെട്ടുകഴിഞ്ഞാൽ ഇവിടുത്തെ കോർപ്പറേഷൻ കുറച്ചുകൂടെ മര്യാദയിൽ അതിനെ എടുത്തു മാറ്റാം. ഇത് അത്ര പോലും ഇല്ലാത്ത വിധത്തിലുണ്ട്. തൂക്കി വാരി ഒരു സാധനത്തിലാക്കി അങ്ങനത്തെ ആ കച്ചറ വണ്ടിയിലേക്ക് എടുത്തിടണു. പോലീസ് ഒക്കെ ഒന്ന് എഴുതി എടുത്തിട്ട് അതിന്റെ പിറകിൽ അങ്ങോട്ട് പോകുന്നുണ്ട്. കാരണം രാത്രി കിടന്നുറങ്ങുന്നതാണ്. കിടന്നുറങ്ങുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെന്നി മാറി വീണേക്കാം. ഈ ഓവർ ലൈറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുന്ന ഓപ്പോസിറ്റ് ലൈറ്റിൽ എന്തെങ്കിലുമൊക്കെ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ കാണില്ല. സെന്ററിൽ ഡിവൈഡറിലാണ് കിടക്കുന്നത് ചില പ്രത്യേക ഏരിയകളിൽ. എന്നിട്ട് ഗവൺമെന്റ് ഇപ്പൊ അതിനെങ്ങനെ ക്രോസ് ആയിട്ട് ഇങ്ങനെ കിടക്കാൻ പറ്റാത്ത വിധത്തിൽ ഇപ്പൊ ഡിവൈഡറുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ ചില സ്ഥലത്തൊന്നും അവർക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ചേരി പ്രദേശങ്ങൾ. ഇങ്ങനെ ഒരു പരിതസ്ഥിതിയിൽ അവിടെ അവർ വളരെ നമുക്ക് അത്ഭുതം തോന്നും. അച്ഛനും മക്കളും ഭാര്യയൊക്കെ ചിരിച്ച് തമാശകളൊക്കെ പറഞ്ഞ് വൈകുന്നേരങ്ങളിൽ ഇരിക്കുന്നത്. ആ ഒരു ആനന്ദത്തിന്റെ ഒരു കണിക പോലും നമ്മുടെ ഒന്നും ബംഗ്ലാവുകളിൽ പോലും കാണാറില്ല എന്ന് പറയാം. ഇതൊന്നും ഈ ലോകത്തെ അറ്റ്ലീസ്റ്റ് നമ്മുടെ കൊച്ചി പട്ടണത്തെ എങ്കിലും ഒന്ന് ചുറ്റിക്കണ്ട് ഇവിടുത്തെ ആശുപത്രികളിലൊക്കെ പോയി, ജയിലുകൾ ഉണ്ടെങ്കിൽ അവിടെ പോയി ഒന്ന് നോക്കണം എന്താണ് ലോകം. ഇതൊന്നുമില്ല. താനും തന്റെ മരുമകളും അവരുടെ വീട്ടുകാരും ഇത് മാത്രമാണ് ലോകം. എന്നിട്ട് അവരുടെ തന്റേതായിട്ടുള്ള കൊള്ളരുതായ്മകൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വെച്ചിട്ടാണ് വിശ്വത്തെയും പിന്നെ ആ വിശ്വത്തെ രചിച്ച വിശ്വരചയിതാവിനെയും കുറ്റം പറയുന്നത്. ഈ നാട് ഒരു കാലത്തും നന്നാവില്ല എന്ന് പറയാം. ഇവിടെ ഒരു ഭഗവാൻ എന്ന് പറഞ്ഞ ഒരാളെ ഇല്ല. ഉണ്ടെങ്കിൽ ഭഗവാൻ അവക്ക് ഗതി വരുത്തുമെന്നാ ചോദിക്കുന്നത്. കാരണം അവൾ അങ്ങനെ നന്നായിരിക്കണോ, എനിക്കിങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇനി ഒന്നും സംസാരിക്കാൻ പാടില്ല, അവളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടതാണ്, നമ്മൾ എന്തിനാണ് നമ്മൾ സമയം ചെലവഴിക്കുന്നത്, എന്തിലൊക്കെയാണ് നമ്മുടെ താല്പര്യങ്ങൾ. അതുകൊണ്ട് കിട്ടിയിട്ടുള്ളതിലും കിട്ടാത്തതിലും, കിട്ടിയതിന് അങ്ങേയറ്റം നാരായണഗുരു പറയുമല്ലോ, അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ബൈബിളിലൊരു സുന്ദരമായിട്ടുള്ള ഒരു വചനമുണ്ട്. വയലിലെ ലില്ലിച്ചെടികളെ നോക്കാൻ പറയുന്നുണ്ട്. എത്ര മനോഹരമായിട്ടാണ് അവൻ അതിനെ എന്താ പറയാ, അതിന് ഒരു വസ്ത്രമൊക്കെ കൊടുത്തിരിക്കുന്നത്. എത്ര കാരുണ്യവാനാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാറ്റിനും വേണ്ടത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ മാത്രം ഇങ്ങനെ എന്താ പറയാ, കിട്ടാത്തതിനെ കുറിച്ച് ആകെ വെറി പൂണ്ട് അതെങ്ങനെയെങ്കിലും നേടാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടിയുള്ള ശ്രമം നിരന്തരം നടത്തിക്കൊണ്ടിരിക്കണം. സമഭൂത്വ, സമഭാവന ഉള്ളവനായിട്ട്. അപ്പൊ എന്തൊക്കെ ഉണ്ട് എന്തൊക്കെ ഇല്ല എന്നറിയുന്നവനായിട്ട്. സമഭാവന എന്ന് പറഞ്ഞാൽ അതാണ്. എന്തൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടോ, നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ, അതിനെ നിങ്ങൾ അനുഭവിച്ചോളൂ, ഒരു വിഷമവും വേണ്ട. കർമാണി, ഇങ്ങനെ കർമാണി, കർമ്മങ്ങളെ കുരു ചെയ്യുക. കർമ്മങ്ങളെ ചെയ്തേ മതിയാവും. കർമാണി കുരു. എങ്ങനെ? സമത്വം, ഈ സമഭാവന, ഒരേ ബുദ്ധിയോടുകൂടിയിരിക്കുന്ന ഈ സമഭാവനയെയാണ് യോഗ ഇതി ഉച്യതേ, യോഗം എന്ന് പറയുന്നത്. ഭഗവാൻ 2-ാം അധ്യായത്തിൽ സമത്വം യോഗ ഉച്യതേ എന്ന് പറയുന്നു. സമത്വത്തെയാണ്, സമഭാവനയെയാണ് യോഗം എന്ന് അറിയപ്പെടുന്നത്. അതൊന്നുമായി താതാത്മ്യം പ്രാപിക്കാതിരിക്കുക. സന്തോഷം വരുമ്പോ ഹായ് എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരി, സങ്കടം വരുമ്പോ ഹൂയ് എന്ന് പറഞ്ഞിട്ട്, ഇതൊന്നുമില്ലാത്ത സമയത്ത് ആകെ കൂടെ ഒരു വല്ലാത്തൊരു ഭേവലാതി. രണ്ടും വേണ്ട എന്ന് പറയാം. എന്തിന് വലതുകാല് വെച്ച് കയറണം എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഞാൻ എല്ലാവരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വലതുകാല്. ധൈര്യപ്പെടില്ല. കാരണം എന്താണെന്നറിയോ, തന്റെ ഇത്ര കാലത്തെ സമ്പാദ്യം, പെൻഷൻ, അതിന്ന് കിട്ടിയ ലോണ്, ഇതെല്ലാം കൂടെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു വീടാണ്. ഈ വീട്ടിലേക്ക് കയറുമ്പോൾ ഞാനൊരു റിസ്ക് എടുക്കാൻ തയ്യാറല്ല.
അതുകൊണ്ട് വെറുതെ വേണ്ട വലത് കാല്. ഇപ്പം കുട്ടികൾ വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞു വരുന്ന വധുവിനെ വധു കയറി വരുമ്പം അവരോടും പറയല്ലോ വലത് കാല്. അപ്പൊ അന്നാണ് അവർ വളരെ ഏത് കാല് വെച്ചിട്ടാണെന്നുള്ള ബോധപൂർവമായിട്ടുള്ള ജീവിതത്തിലെ ഒരേ ഒരു കാൽവെപ്പ്, ആ കാൽവെപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം പിന്നെയൊക്കെ കാഷ്വൽ ആയിട്ട് തന്നെ അങ്ങോട്ട് കയറും, വലതോ ഇടതോ ഒന്നും നോക്കില്ല. ആ സമയത്ത് ആ കുട്ടിക്ക് ഈ അമ്മ കുട്ടിക്ക് കൊടുക്കും നിലവിളക്ക്. വളരെ പ്രതീകാത്മകമായിട്ടുള്ള ഒരു ചടങ്ങാണ്. നീയാണ് ഇനി ഈ വീടിന്റെ ദീപം എന്നൊക്കെ ഉള്ളൊരു കൈമാറ്റലാണ്. ഞാനായിരുന്നു ഇത്ര കാലം, ഇനി നീയാണെന്ന. പക്ഷെ അത് പ്രതീകാത്മകമായിട്ടേ ഉള്ളൂ. നീ ആളാവാനൊന്നും ശ്രമിക്കേണ്ട, ഞാൻ തന്നെയാണ് ഇവിടെ ആള് എന്ന് തന്നെയല്ലേ ഇത് കൊടുക്കുമ്പോ. പക്ഷെ ഇരിക്കട്ടെ, ഇത് മേടിക്കുന്ന സമയത്ത് അതങ്ങോട്ട് കെട്ടുപോയിന്നിരിക്കട്ടെ, എല്ലാവരുടെ മനസ്സിലും എന്റെ ഈശ്വര ഇനി എന്തൊക്കെയാണാവോ ഈ വീട്ടിൽ സംഭവിക്കാൻ പോണത് ഇല്ലേ? ആരെങ്കിലും ചിന്തിക്കുമോ? കേട്ടത് കാറ്റുകൊണ്ടാണ്, സ്വാഭാവികമായിട്ട് അങ്ങനെ കെടാറുണ്ട്. ഉടനെ അന്ന് തന്നെ പോകും. പോയിട്ടില്ലെങ്കിൽ ആളെ വിളിക്കും, വരുത്തും ഇല്ലേ? ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങൾ, ഇങ്ങനെ ഒരുപാട് കർമ്മങ്ങളുണ്ട്, നമുക്കറിയില്ല എന്താ. ഇടത് കാല് വളരെ മോശപ്പെട്ടൊരു കാലാണോ? ഇടത് കാല് വെച്ചാൽ കുഴപ്പമുണ്ടോ? അഥവാ വെച്ചു ഇനി നമ്മളൊക്കെ ആലോചിക്കാറുണ്ട്, ഈ കുട്ടികളെ, ചെറിയ കുട്ടികള് ചില വീടുകളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവരിങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്ന് തരും. അപ്പൊ നമ്മൾ അതിൽ നിന്നൊരു പഴം എടുത്തിട്ട് ഇതാ കുട്ട എന്ന് പറഞ്ഞ് കുട്ടിക്ക് കൊടുക്കുമ്പോൾ അവനിങ്ങനെ ഇടത്ത് കൈ കൊണ്ട് മേടിക്കുമ്പോൾ ഒട്ടന വലത് കൈ എന്ന് പറയും. കുട്ടിക്ക് ഇടതും വലതും സ്കൂളിൽ പോലും പോകാൻ തുടങ്ങിയിട്ടില്ല. അപ്പൊ ഇവനെ ഇങ്ങനെ പേടിപ്പിക്കുമ്പം ആ മനസ്സിൽ നമ്മൾ കൊടുക്കുകയാണ് ഈ കൈ മൊത്തത്തിൽ മോശപ്പെട്ട എന്തോന്നാണ് ഇത്. അതുകൊണ്ട് ഇടത് കൈ കൊണ്ട് കുട്ടി മേടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മേടിക്കാൻ പാടില്ല. അതുകൊണ്ട് വലത് കൈ കൊണ്ട് തന്നെ മേടിക്കണം. ഇനി കുട്ടി കൊടുക്കുകയാണ്, സ്വാമിക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇടത് കൈ കൊണ്ട് എടുത്ത് കൊടുക്കുമ്പോൾ ഇതുകൊണ്ടല്ല കുട്ട, ഇതുകൊണ്ട് കൊടുക്കൂ. നമ്മളങ്ങനെയൊന്നും തിരുത്താനേ പോണ്ട. ഇടതുള്ളത് കൊണ്ട് ആ വലതിന് നിലനിൽപ്പ് തന്നെ അല്ലേ? ഇടതല്ലേ വലതിനെ വലതാക്കി നിർത്തിയിരിക്കുന്നത്? നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് കാല് വെച്ചാലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഈ അറിവില്ലാത്ത ഇത്തരം എന്തിലൊക്കെയോ കിടന്നിട്ട് അങ്ങനെ അതിൽ കെട്ടിമറിഞ്ഞു കളിക്കുക. കുട്ടികൾ എന്തെങ്കിലും ഒരു വിളക്ക് കത്തിക്കുന്ന സമയത്ത് അത് കെട്ടാൽ, ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫോട്ടോ വീണ് പൊട്ടിയാൽ, കണ്ണാടി വീണ് പൊട്ടിയാൽ, കണ്ണാടി വീണാ പൊട്ടില്ലേ? കുപ്പി ഉടഞ്ഞു, അങ്ങനെ അതായി ഇതായി ഒന്നും അറിയില്ല. പണ്ടുള്ള ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ. നിങ്ങൾക്കറിയാം ഈ കയ്യിൽ ഈ ഇത് കെട്ടില്ലേ, എന്താ ഒരു സാധനം, ഒരു ഏലസിന്റെ പിറകിലെ മനഃശാസ്ത്രം, ഏലസ് എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ പണ്ട് കാലത്ത് വൈദ്യന്മാര് കെട്ടിയിരുന്നതാണത്. പഴയ പണ്ട് കാലത്തെ വൈദ്യന്മാര് ഒരു രോഗിയെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ രോഗം നിർണയം ചെയ്ത് അതിനകത്ത് തകിടിലെഴുതുക. അന്നൊക്കെ ഓലയിൽ എഴുത്തൊക്കെയാണ്. ഈ ഓലയിൽ എഴുതിയിട്ട് ഇവന്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവൻ അത് എവിടെയെങ്കിലുമൊക്കെ കളയും. എന്നിട്ടാണ് ഡോക്ടർ അടുത്ത് വന്നിട്ട് പറയും അതൊന്നും കാണുന്നില്ല എന്ന് പറയും. അപ്പൊ ഡോക്ടർ ആദ്യം എന്തൊക്കെ മരുന്ന് കുറിച്ചു കൊടുത്തിട്ടുണ്ട്, എന്തായിരുന്നു ഇയാളുടെ കുഴപ്പം എന്നൊക്കെ വൈദ്യർ ആദ്യം നോക്കിയിട്ടുണ്ടാവും. അപ്പം അദ്ദേഹം നോക്കിയിട്ട് വിവരങ്ങളൊക്കെ ഈ ഓലയിൽ എഴുതിയിട്ട് കൊടുക്കും. ഈ ആള് അത് ചിലപ്പോൾ എവിടെയെങ്കിലും വിട്ടുപോകും. അങ്ങനെ ഇത് പതിവായപ്പോ അദ്ദേഹം ഈ വൈദ്യന്മാരെ ആലോചിച്ച് കണ്ടുപിടിച്ചതാണ് ചെമ്പിലെഴുതാൻ തുടങ്ങി. കാലത്തിനനുസരിച്ച് ഓരോരോ എഴുത്തുകൾ വന്നിരുന്നു. ചെമ്പിലെഴുതും, ആണി കൊണ്ട് ചെമ്പിൽ തകട്ടിൽ എഴുതിയിട്ട് അത് ഒരു അളുക്കാക്കിയിട്ട് ഇവന്റെ കയ്യിൽ കെട്ടിക്കൊടുത്തിട്ട് പറയും ഇത് അഴിക്കണ്ടെന്ന് പറയും. അപ്പൊ ഇതിന്റെ കൂട്ടത്തിലുള്ളതുപോലെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തേക്കും. കുട്ടികൾക്ക് നമ്മൾ മരുന്ന് കൊടുക്കാറില്ലേ, മിഠായി അമ്മനെ കാണിക്കുവായ എന്ന് പറഞ്ഞിട്ട്. കാരണം ആ ഒരു വിദ്യയാണത്. എന്നിട്ട് പിന്നെ വരുന്ന സമയത്ത് അദ്ദേഹം അഴിച്ചിട്ട് അത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാവും ഇന്നതൊക്കെയായിരുന്നു, എഴുതാൻ പറ്റും. ഇത് ഇപ്പൊ എന്തായി? ഇപ്പൊ അതിന് വൈദ്യരായിട്ട് ബന്ധമൊന്നുമില്ല, വേറെ എന്തോ ആയി മാറിയായി കഴിഞ്ഞു. അത് കെട്ടിയ വേറെ എന്തോ ഇതുണ്ടെന്ന്. ഇങ്ങനെയാണ് പലതും നമ്മുടെ ഇതിൽ വന്നിട്ടുള്ളത്. പക്ഷെ പലതിനോടും നമുക്കറിയില്ല. അത് ചിന്മയാനന്ദ സ്വാമികൾ പറയും, ബിയോട് പറഞ്ഞു മോനെ നീ ഇത് ചെയ്യൂ എന്ന്. ആ സമയത്ത് ബിക്ക് സംശയമില്ലായിരുന്നു.
എ പറഞ്ഞത് ബിക്ക് മനസ്സിലായി. ബി അത് സിയോട് പറഞ്ഞു, മോനെ ഇത് ചെയ്യൂന്ന്. ബി പറഞ്ഞു കൊടുത്തില്ല എന്തിനാ ചെയ്യുന്നതെന്ന്. സി ഡിയിനോട് പറഞ്ഞു, മോനെ ഇത് ചെയ്യുമെന്ന്. ഇപ്പൊ ഈ ഡി ചോദിക്കുകയാണ് സിയിനോട്. പക്ഷെ കാര്യമില്ല, ഇപ്പൊ ഡിക്ക് എനോട് ചോദിക്കേണ്ട ഒരു അവസ്ഥയാണ്. ആ ട്യൂണിങ്ങാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം. എന്തിനു വേണ്ടി അന്ധമായി നാം ഇപ്പൊ ഏതെങ്കിലും ഒരു മരുമകൾ ചോദിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ തയ്യാറാകുന്നില്ല, അതിനുള്ള ധൈര്യമില്ല, വലതുകാലിന് പകരം ഇടതുകാല് വയ്ക്കാൻ, അല്ല ഇങ്ങനെയുള്ള കർമ്മം. ഇതൊരിക്കലും ഒരു നിഷേധമല്ല, നിങ്ങൾ അങ്ങനെ ചിന്തിച്ചേക്കരുത്. ചിലപ്പോൾ ചിലർക്ക് അങ്ങനെയുണ്ട്, ഈ കുറച്ച് നിഷേധികളുണ്ട്, ഈ കുറച്ച് വിപ്ലവമൊക്കെ കൂടിക്കഴിഞ്ഞാൽ അവരാദ്യം ചെയ്യുക ഇങ്ങനെ ഓരോന്നാണ്. അങ്ങനെയുള്ള ഒരു നിഷേധത്തെ അല്ല സ്വാമി പറയുന്നത്. അറിവ്, ആ അറിവിന്റെ നിറവിലായിരിക്കണം കർമ്മങ്ങൾ. അതുകൊണ്ട് ഭഗവാൻ പറയണു, ബുദ്ധൗ ശരണം അന്വിച്ച, ബുദ്ധിയെ ശരണം ഗമിച്ചാലും. അപ്പൊ ഏത് കർമ്മത്തിനും അടിസ്ഥാനം അറിവായിരിക്കണം. നടക്കണം എവിടേക്ക്? ഇവിടേക്ക് എത്തിച്ചേരാൻ നടക്കണം. നടക്കുക എന്നുള്ള പ്രക്രിയ നടക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ നടക്കുന്നത് ആലുവയ്ക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നടക്കുന്നുണ്ട് നിങ്ങൾ. പക്ഷെ TDM ഹാളിൽ എത്തിച്ചേരില്ല. ആരോ പറഞ്ഞ് നടന്നോളാൻ. എതിലേ നടക്കണം? എന്റെ നടത്തം ശരിയാണോ എന്ന് നിങ്ങൾ ചോദിക്കണം ആരോടെങ്കിലും. അരമണിക്കൂർ നടക്കണം എന്ന് പറഞ്ഞു, പക്ഷെ 1 മണിക്കൂർ നടന്നു, എതിർദിശയിലാണ് നടക്കുന്നത്. ഇതുപോലെ പലതും ചെയ്യുന്നു, ശരിയാവുന്നില്ല. എങ്ങനെയാ ശരിയാവുക? ചെയ്യുന്നതൊന്നും ശരിയല്ല. അറിവ്, ആ അറിവിന്റെ നിറവിലായിരിക്കണം കർമ്മങ്ങൾ. അതുകൊണ്ട് ഭഗവാൻ പറയണു, ബുദ്ധൗ ശരണം അന്വിച്ച, ബുദ്ധിയെ ശരണം ഗമിച്ചാലും. ദൂരേനഹ്യവരം കർമ്മ ബുദ്ധിയോഗാധനഞ്ജയ, ബുദ്ധൗ ശരണമന്വിച്ഛ കൃപണാഫലഹേതവഃ. ബുദ്ധിയെ ശരണം ഗമിച്ചാലും. അപ്പൊ ഏത് കർമ്മത്തിനും അടിസ്ഥാനം അറിവായിരിക്കണം. നടക്കണം എവിടേക്ക്? ഇവിടേക്ക് എത്തിച്ചേരാൻ നടക്കണം. നടക്കുക എന്നുള്ള പ്രക്രിയ നടക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ നടക്കുന്നത് ആലുവയ്ക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നടക്കുന്നുണ്ട് നിങ്ങൾ. പക്ഷെ TDM ഹാളിൽ എത്തിച്ചേരില്ല. ആരോ പറഞ്ഞ് നടന്നോളാൻ. എതിലേ നടക്കണം? എന്റെ നടത്തം ശരിയാണോ എന്ന് നിങ്ങൾ ചോദിക്കണം ആരോടെങ്കിലും. അരമണിക്കൂർ നടക്കണം എന്ന് പറഞ്ഞു, പക്ഷെ 1 മണിക്കൂർ നടന്നു, എതിർദിശയിലാണ് നടക്കുന്നത്. ഇതുപോലെ പലതും ചെയ്യുന്നു, ശരിയാവുന്നില്ല. എങ്ങനെയാ ശരിയാവുക? ചെയ്യുന്നതൊന്നും ശരിയല്ല. അതുകൊണ്ട് ഭഗവാൻ പറയണം, ബുദ്ധൗ ശരണം അന്വിച്ച. ബുദ്ധനെ ശരണം ഗമിക്കാനല്ലേ? ബുദ്ധൗ എന്ന് പറഞ്ഞാൽ ബുദ്ധിയെ. ബുദ്ധിയെ ശരണം ഗമിച്ചാലും ബുദ്ധിയായിരിക്കട്ടെ നമുക്ക്. അതുകൊണ്ട് ഈ ഗണപതിയുടെ ഒരു കാലും 2 കാലിൽ ഒരു കാലിനോട് ചേർത്ത് വെച്ചിട്ടാണ് അത്ര. എന്താണ് അതിന്റെ താല്പര്യം? ഒരു കാല് മനസ്സ്, ഒരു കാല് ബുദ്ധി. അപ്പം എപ്പോഴും മനസ്സും ബുദ്ധിയും ഏകമായിട്ട് നിലകൊള്ളണം. മനസ്സൊന്ന് പറയും, ബുദ്ധി വേറൊന്ന് പറയും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് ബുദ്ധിസ്ഥാനീയനായിട്ട് ഇവിടെ ആരിയിരിക്കുന്നത്? കൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് പറയും. ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവതു ബുദ്ധിം തു സാരഥിം വിദ്ധി. ബുദ്ധിയെ സാരഥിയായി അറിഞ്ഞാലും ബുദ്ധിയായിരിക്കണം കാര്യങ്ങളെ തീരുമാനിക്കുന്നത്. മനസ്സായിരിക്കരുത്. പലപ്പോഴും മനസ്സാണ് കാര്യങ്ങളെ തീരുമാനിക്കുന്നത്. അവൻ അങ്ങനെ പറഞ്ഞു, ആഹാ എന്നാ ചോദിച്ചിട്ട് തന്നെ ഇതാരാ പറയണത്? മനസ്സാണ്. അങ്ങനെ എന്നാ വിട്ടുകൊടുക്കരുത്. ഇന്ന് തന്നെ കേസ്, ഇങ്ങനെ കോടതി കിടക്കുന്ന കേസ് മുഴുവൻ മനസ്സ് കൊടുത്ത കേസാണ്. ബുദ്ധി കേസ് കൊടുക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്, വേണ്ട ഇത് കുലുമാലാവും, പക്ഷെ വിടൂല ഞാൻ. അല്ലെ? ബുദ്ധൗ ശരണം അന്വിച്ച, ബുദ്ധിയെ ശരണം ഗമിച്ചാലും. കാരണം ബുദ്ധിസ്ഥാനീയനായിട്ട് ഞാനാണ് നിലകൊള്ളുന്നത് ഉള്ളില്. മാധവൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയെ ധരിച്ചവൻ എന്നാണ്. അറിവാണ് നമ്മിലെ ഈശ്വരൻ. അതുകൊണ്ട് മഹാവാക്യത്തില് പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറഞ്ഞിരുന്നു. അറിവാണ് ബ്രഹ്മം. അപ്പൊ നമ്മുടെ അറിവ് എന്താണ്? തെറ്റായ അറിവാണ്. എന്തൊക്കെയാ തെറ്റായ അറിവുകൾ? കാലക്രമത്തിൽ വന്നു ചേർന്നിട്ടുള്ളതാണ്. പലരും പറഞ്ഞു തന്നിട്ടുള്ളത്. ശരിയായിട്ടുള്ളതാണോ? അല്ലേ അല്ല. നാം പരീക്ഷിച്ചുറപ്പിച്ചതാണോ? അല്ല. ആരൊക്കെയോ പറഞ്ഞു, ഞാനും അങ്ങനെ ചെയ്യുന്നു. എനിക്ക് എന്തെങ്കിലും പ്രമാണമുണ്ടോ? ഇല്ല, ഒന്നുമില്ല. അച്ഛൻ പറഞ്ഞു, ശരി എന്നാ ഞാൻ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. അച്ഛനോട് ആര് പറഞ്ഞു? ആരോ പറഞ്ഞു. അങ്ങനെ ആവരുത് എന്നുണ്ട്. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, നമുക്കിപ്പോ എന്തെങ്കിലും സംശയമുള്ളത് നിങ്ങൾ അധികം ആലോചിക്കൊന്നും വേണ്ട. നിങ്ങൾക്കൊരു സംഘർഷം തോന്നുന്ന എന്തെങ്കിലും കർമ്മം നമ്മുടെ മുൻപിൽ വന്നു കഴിഞ്ഞാൽ ഒന്ന് ശാന്തമായി
ഒന്നിരിക്കൂ, ഒന്ന് മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കൂ. തെളിഞ്ഞു കിട്ടും എന്താണ് വേണ്ടത് എന്ന്. തെളിഞ്ഞു കിട്ടും. ഇട്ടിപ്പെട്ടി എന്ന് പറഞ്ഞ് ചെയ്യാൻ പുറപ്പെടുമ്പോഴാണ് എല്ലാം അബദ്ധത്തിൽ കലാശിക്കുന്നത്. നിങ്ങൾ രാജിവെക്കണം. ശരി, രാജിവെക്കാം. പെട്ടെന്ന് രാജിവെക്കരുത്. ഒന്നിരിക്കുക. അതായത് രാജി ഓഫീസറുടെ മുന്നിൽ പോയിട്ടല്ല ഇരിക്കും. ഒരു മിനിറ്റ്, രാജിവെക്കണോ വേണ്ട, അങ്ങനെയല്ല. അതിന് എഴുതുന്നതിന് മുമ്പ് ഇത് പോക്കറ്റിൽ ഏത് നേരം ഇത് ഇങ്ങനെ എടുത്തു കൊടുക്കാൻ പാകത്തിന് വെച്ചിരിക്കുക. അങ്ങനെയല്ല. എഴുതുന്നതിന് മുമ്പേ ഇരുന്നാലോചിക്കുക. രാജിവെച്ചാൽ എന്ത്, വെച്ചില്ലെങ്കിൽ എന്ത്, രാജിവെക്കാൻ എന്നെ കൊണ്ട് തീരുമാനിപ്പിക്കുന്നത് എന്താണ്, ഏത് വികാരമാണ്, അതുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുക. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഭാര്യയും കുട്ടികളെ എങ്ങനെ വളർത്തും, അവരെയൊക്കെ എങ്ങനെ, എന്നെ ആശ്രയിച്ചിട്ടല്ലേ അവരൊക്കെ നിലകൊള്ളുന്നത്. ഞാൻ പെട്ടെന്ന് ഇത് രാജ്യം വെച്ച് പോന്നു കഴിഞ്ഞാൽ പിന്നെ ഇനിയൊരു ജോലിയിൽ പ്രവേശിക്കാനുള്ള പ്രായം എനിക്കുണ്ടോ? ഇനി എനിക്ക് എവിടെയെങ്കിലും ആരെങ്കിലും ജോലി തരുമോ? ഒന്നുമില്ല. വെറുതെ അങ്ങോട്ട് ഇറങ്ങി പുറപ്പെടുക. ഇതുപോലെ പലതും നമ്മൾ ചെയ്യുന്നത്. മനസ്സാ തീരുമാനം എടുക്കുന്നത്, മനസ്സാണ് പ്രവൃത്തി ചെയ്യുന്നത്. ബുദ്ധൗ ശരണം അന്വിച്ച. ഇത് വലിയൊരു മന്ത്രമാണ്. ബുദ്ധിയെ ശരണം ഗമിച്ചാലും, ശരണം ഗമിച്ചാലും. ഇവിടെയാണ് ഗായത്രി ധിയോയോന്ന പ്രചോദയാ. അല്ലയോ സവിതാവേ, ബുദ്ധിരൂപത്തിൽ ഞങ്ങളെ പ്രചോദിപ്പിച്ചാലും. ഭൂർഭുവ സ്വഃ തത് സവിതുർവരണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോയോന്ന പ്രചോദയാത്. ഞങ്ങളെ പ്രചോദിപ്പിച്ചാലും ആ ബുദ്ധിസ്ഥാനീയനായി നിന്നുകൊണ്ട് അങ്ങനെ അങ്ങയെപ്പോലെ ചൈതന്യവത്തായി നിലകൊള്ളാൻ എനിക്ക് സാധിക്കട്ടെ. നമ്മുടെ പ്രസിഡന്റിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മളൊക്കെ ഓരോ ലൈറ്റ് ഹൗസാണ്, അത്ര ദീപസ്തംഭങ്ങളാണ്. നമ്മളൊക്കെ അഗ്നിയുമേന്തി വന്നവരാണ്. ആ അഗ്നിക്ക് ചിറകുകൾ കൊടുക്കണം നമ്മൾ. അതെപ്പോഴാണ് ചിറകുകൾ വരിക? ഇതിനെ ശരണം ഗമിക്കുമ്പോഴാണ്. ഒരു ശരണാഗതി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ധ്യാനമുണ്ട്. ശരണം എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ ബുദ്ധിയെ ശരണം ഗമിക്കും, ഞാൻ ശരണാഗതനാവുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിയോട് ശരണാഗതനാവണമെങ്കിൽ നാം ധ്യാനാവസ്ഥിത മനസ്സിൽ മാത്രമേ അത് സംഭവിക്കുള്ളൂ. കർമ്മങ്ങളൊക്കെ ഒരു ധ്യാനാവസ്ഥിത മനസ്സിൽ ചെയ്യേണ്ടുന്നതാണ്. ഹറിബറിയായിട്ട് എന്താ പറയാ, അസ്വസ്ഥ മനസ്സിലല്ല. അത് സംഘർഷങ്ങളെ, യുദ്ധം മാത്രമാണ് അവിടെ. അതുകൊണ്ട് ബുദ്ധൗ ശരണം അന്വിച്ച. ഓർത്തു വയ്ക്കുക. നമ്മുടെ എല്ലാ കർമ്മവും, നിങ്ങളൊരു ചായ ഉണ്ടാക്കുമ്പോൾ ഇതുണ്ടായിരിക്കട്ടെ. അതില്ലാത്തത് കൊണ്ടാ ഒന്നുകിൽ മധുര ഉണ്ടാവില്ല, അല്ലെങ്കിൽ മധുര ഇരട്ടിയായിരിക്കും. ചിലപ്പോൾ 2 പ്രാവശ്യം മധുരട്ടുണ്ടാവും. അതെന്താ? മനസ്സ് അസ്വസ്ഥമാണ്. അവർക്ക് ചായ കൊടുത്ത് എത്ര കൊല്ലായി ഞാൻ കൊടുക്കുന്നു, ഒരു മെച്ചമില്ല, മതി, ഇങ്ങനെയൊക്കെ കുടിച്ചാൽ മതി എന്ന് തീരുമാനിച്ച് ചായ ഇടുമ്പം ആ ചായപ്പൊടിക്ക് എവിടുന്നാന്നറിയില്ല ഒരു കയ്പൊക്കെ വന്നു ചേരും. അതെ, ശ്രദ്ധയോടുകൂടി ചായപ്പൊടി വേണ്ട, വെറുതെ ആ ടിന്നൊന്ന് വെറുതെ മുട്ടിയാൽ മതി. ചില സമയത്ത് നമ്മൾ അങ്ങനെ തട്ടിമുട്ടിയൊക്കെ ഓരോന്നൊക്കെ ഉണ്ടാക്കാറില്ലേ? നമുക്ക് വളരെ വേണ്ടപ്പെട്ടവർ വരുമ്പോ ചിലപ്പോൾ പാൽപ്പൊടി നോക്കുമ്പോൾ 1 സ്പൂണേ ഉണ്ടാവുള്ളൂ, വന്നതോ 3 ആൾക്കാര്. എന്നാലും നമ്മൾ വരണ്ടിയൊക്കെ എടുത്ത് കുറച്ച് ചൂടുവെള്ളം കുലുക്കി, അവിടെയൊക്കെ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ അത് ഭംഗിയായി കിട്ടും. നമുക്ക് തന്നെ അത്ഭുതം തോന്നും, എങ്ങനെ ഇത്ര ഉഷാറായിരുന്നു. അവിടെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ ഇന്ന് പോയിട്ട് ഇതാക്കിയാൽ കിട്ടില്ല, ആ സന്ദർഭത്തിൽ കിട്ടുകയുള്ളൂ. അതെ, ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല വീട്ടിലെ കഷ്ണങ്ങൾ, 2 വെണ്ടയ്ക്ക ഉണ്ടാവും, ഏകദേശം കാണാൻ നമ്മളെപ്പോലെ തന്നെ. അങ്ങനെ ചില്ലറയുള്ളൂ. പക്ഷേ നമുക്ക് അയ്യോ ഈശ്വര എന്താ വേണ്ടത്, എന്തെങ്കിലും വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതൊരു, അങ്ങനെയാണ് അവിയലുണ്ടായതെന്നാ. ഭീമനാണ് ഇത് ഉണ്ടാക്കിയത്. നോക്കിയ സമയത്ത് കുറെ പച്ചക്കറി പറഞ്ഞാൽ ഒന്നും പൂർണ്ണമല്ല, കുറച്ച് ഭീമൻ എല്ലാം കൂടെ എടുത്ത് വെട്ടി നുറുക്കി. നോക്കുമ്പോൾ കുറച്ച് നാളികേരമുണ്ട്, അതും വരണ്ടി അതിലിട്ട് 4 ഇളക്കൽ അവിയൽ. രാജസൂയ യാഗസമയത്ത് ചെയ്തതാണ്. ബുദ്ധൗ ശരണം അന്വിച്ച. ബുദ്ധിയെ ശരണം ഗമിച്ചാലും ഓർമ്മ വയ്ക്കുക. ബുദ്ധി ആയിരിക്കട്ടെ കാര്യങ്ങൾ, ബോധപൂർവമായിരിക്കട്ടെ നമ്മുടെ കരചരണങ്ങൾ പ്രവർത്തിക്കുന്നത്. അബോധപൂർവമായിട്ട് നാം ഒന്നും ചെയ്യാതിരിക്കുക. അങ്ങേയറ്റം ബുദ്ധൻ പറയും, അങ്ങേയറ്റം ബോധവാനായിട്ടിരിക്കുക. ബുദ്ധൻ ഒരു കള്ളനെ പോലും നന്നാക്കുന്നത് അങ്ങനെയാണ്. ബുദ്ധന്റെ അടുത്തേക്ക് വരുന്നുണ്ട് ഒരു കള്ളൻ.
എന്നിട്ട് പറയും, ഭഗവാനെ എന്നോട് കക്കരുത് എന്ന് മാത്രം പറയരുത്, കക്കരുത് അങ്ങ് എന്ന് മാത്രം പറയരുത്, അതൊഴിച്ച് വേറെ എന്തും പറഞ്ഞോളൂ, ഞാൻ അനുസരിക്കാം. ബുധൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളോട് ആരാണോ കക്കരുത് എന്ന് പറഞ്ഞത് അവരെല്ലാം കള്ളന്മാരാണ്. ബുധന്റെ പഠന രീതിയെ അങ്ങനെയായിരുന്നു. നിന്നോട് ഇതുവരെ ആരൊക്കെ കക്കരുതെന്ന് പറഞ്ഞുവോ അവരെല്ലാം കള്ളന്മാരാണ്. ഞാൻ നിന്നോട് പറയുന്നു കക്കാൻ, പക്ഷെ നീ ബോധപൂർവം കക്കണം. ഞാൻ നിനക്ക് സ്ഥലം കാണിച്ചു തരാം. എനിക്കറിയാം രാജകൊട്ടാരങ്ങളിൽ എവിടെയാണ് ധനം ഇരിക്കുന്നത്. കാരണം ഞാൻ പണ്ട് രാജകുമാരനായിരുന്നു. ശുദ്ധോധന മഹാരാജാവിന്റെ പുത്രനാണ് ഞാൻ. ചെല്ലാൻ പറഞ്ഞു. വഴിയും പറഞ്ഞു കൊടുത്തു, അതിനകത്തേക്ക് പ്രവേശിക്കേണ്ട വഴി വിട്ടു. കള്ളൻ അതുപോലെ പോയി അകത്തെത്തി. ഇത്രമാത്രം. ഇത് ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കുന്നു, ബോധപൂർവം. ബുദ്ധനിൽ നിന്നാണ് കള്ളൻ ബോധത്തെക്കുറിച്ച് കേട്ടത്. കള്ളൻ ഈ സംഗതി കണ്ടു. എടുക്കുന്ന സമയത്ത് ബുദ്ധൻ പറഞ്ഞ വാക്ക് ബോധപൂർവം. അപ്പൊ അങ്ങോട്ടേക്ക് ഇടും. കള്ളനാകെ കൺഫ്യൂഷനായി. ചുരുക്കി പറഞ്ഞാൽ വല്ലാതെ അസ്വസ്ഥനായി. തിരിച്ച് അതൊക്കെ അവിടെ വെച്ചിട്ട് തിരിച്ച് ഇദ്ദേഹത്തിനോട് പറഞ്ഞു, എന്നെ പഴയ മാതിരിയാക്കി തരാൻ. അങ്ങ് ഈ ബോധപൂർവം ബോധത്തെക്കുറിച്ച് പറയുന്നത് ഞാൻ ആകെ, എനിക്ക് രത്നങ്ങളൊന്നും അല്ലാതെയാവുന്നു, ഞാൻ എവിടെയോ പോകുന്നു. ബുദ്ധൻ ചോദിച്ചു, നിനക്കെന്താ വേണ്ടത്? പഴയതുപോലെ പഴയതാവാം, ഇത് വേണമെങ്കിൽ ഇത്, പക്ഷെ വേണ്ട, എനിക്ക് ഇത് മതി എന്ന് പറയാം. ഇതാണ് എനിക്ക് വേണ്ടത്, ഞാൻ ഇനി എങ്ങോട്ടും പോകുന്നില്ല, അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ബോധപൂർവം. ഒരുപാട് മദ്യം കഴിക്കുന്ന ആളെ തിരുത്തുന്നത് അങ്ങനെ. ബുദ്ധശിഷ്യൻ ആ വീട്ടില് വളരെ വിഷമത്തോടു കൂടിയിട്ട് ഒരു മഴയത്ത് ആ ബുദ്ധഭിക്ഷു കയറി ചെല്ലുന്നതാണ്. ആ സമയത്ത് അവര് വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്നു. ഈ ഭർത്താവാണെങ്കിൽ ചൂതാട്ടവും കള്ളുകുടിയും അവിടെ ഇല്ല. അവരിങ്ങനെ സങ്കടം പറഞ്ഞു കരഞ്ഞു, ഇങ്ങനെയാണെന്ന്. ഇദ്ദേഹം ഒരു പുല്ലിന്റെ ചെരുപ്പായിരുന്നു ഇട്ടത്. ആ വെള്ളത്തിൽ പുല്ലിന്റെ ചെരുപ്പ് പോലും പോയി. അപ്പൊ അവരുടെ ഒരു ചെരുപ്പ്, പുതിയ ചെരുപ്പ്, അവര് നെയ്ത് ഉണ്ടാക്കുന്നവരാ, പുല്ലുകൊണ്ട് ചെരുപ്പ് ഉണ്ടാക്കുന്നവരാ. അവരതൊക്കെ കൊണ്ടു കൊടുത്തു. അവരുടെയൊക്കെ ശ്രദ്ധ കണ്ട സമയത്ത് അദ്ദേഹത്തിന് തോന്നി, ഇവനെ ഒന്ന് ശരിയാക്കാം. അദ്ദേഹം ഇറങ്ങിപ്പോയിട്ട് ഒരു കുപ്പി കള്ളും കുറച്ച് മാംസവും ഇത്യാദി സാധനങ്ങളൊക്കെ ആയിട്ട് വന്ന് അവിടെ വെച്ചിട്ട് അദ്ദേഹം അവിടെ ധ്യാന നിരതനായിട്ടിരുന്നു. ഭർത്താവ് വന്നപ്പം ഇതെന്താ ഇത്? കാരണം അവിടുന്ന് നല്ലോണം പൂശിയിട്ടാ വന്നത്. ഇതും കൂടെ കണ്ടപ്പോൾ വളരെ സന്തോഷമായി. എടുത്തു കുടിച്ചു, കഴിച്ചു, കിടന്നു. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരാൾ ധ്യാനിക്കുന്നു. ഇതാരാ ഇത്? ഇവനാരാ? ഏതാ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ ഇന്ന ആളാണ്, ഇന്നലെ രാത്രി മഴയത്ത് വന്ന് കയറിയപ്പോ അങ്ങ് ഇങ്ങനെ പുറത്തു പോയതാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങേക്ക് കുറച്ച് ഇത് തരാം എന്ന്. അപ്പൊ അദ്ദേഹത്തിന് ഈ ഒരു വാക്കുകളിലും ഇദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലും ഒക്കെ എന്തൊക്കെയോ ചില അസ്വസ്ഥതകൾ ഉണ്ടായി. ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിശയോക്തി ഉണ്ടാവും. കാരണം അരുത് 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 എന്ന് കേട്ട് മനുഷ്യ മനസ്സ് മരവിച്ചിരിക്കുക. നമ്മുടെ കുട്ടികളൊക്കെ തന്നെ അരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്, അങ്ങനെയാണല്ലോ. ഒരു കുട്ടിയെ സ്കൂളിലേക്ക് ചേർക്കാൻ കൊണ്ടുവന്ന സമയത്ത് പ്രിൻസിപ്പൽ ചോദിച്ചു, എന്താ മോനെ പേര് എന്ന്. ഡോണ്ട് ഡു സുരേഷ് എന്ന്. ഇതെന്തൊരു പേരാ? അത് അമ്മ അങ്ങനെയാ വിളിക്കുക. സുരേഷ്, ഡോണ്ട് ഡു സുരേഷ്, ഡോണ്ട് ഡു സുരേഷ്, സുരേഷ് ഡോണ്ട് ഡു. അവ വിചാരിച്ചു അവന്റെ പേരാണ് ഡോണ്ട് ഡു. അരുത് 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 അരുത്. ചെറുപ്പത്തിൽ തുടങ്ങിയതാ കേൾക്കാൻ. ആവാം മദ്യം കഴിക്കൂ എന്ന് കേട്ടപ്പം ഉള്ളിലിതിനെ നിരന്തരം നിഷേധിക്കുന്ന ഒരാളുണ്ട്. നീ ഇത് കഴിക്കുന്നത് ശരിയല്ല, പക്ഷെ പുറത്തുനിന്ന് ശരിയല്ല എന്ന് പറയുമ്പോൾ അവന് വാശിയാണ്. അപ്പൊ ഈ ബുദ്ധഭിക്ഷുവിന്റെ സാന്നിധ്യത്തില് അവന്റെ ബോധം പ്രവർത്തിക്കാൻ തുടങ്ങി. ഇതാണ് അവരുടെ പഠിപ്പിക്കല്. ഭഗവാനും അത് തന്നെയാ ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് കുറ്റബോധം തോന്നുന്നു. ഇത്രയേ ഉള്ളൂ. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അവര് തമ്മിൽ ഒരു സംഭാഷണവും ഉണ്ടായിട്ടില്ല. പിന്നീട് ബുദ്ധ ഭിക്ഷുവിൽ ഏറ്റവും അഗ്രഗണ്യനായിട്ടുള്ള സ്ഥാനത്തേക്ക് വരുന്ന ആളാ ഈ കുടിയൻ. അദ്ദേഹം പറയും, ഞാൻ അങ്ങയുടെ ഒരു ബാഗ് എടുക്കാൻ എന്നെ അനുവദിക്കണം എന്ന് പറഞ്ഞു. കുറച്ചു ദൂരം നടക്കുന്നതാ. ശരി, പോയിക്കോളാൻ പറയും. അല്ല, കുറച്ചു ദൂരം കൂടെ. അവൻ പറയും, മതി, ഈ അതിർത്തിയായി, ഗ്രാമത്തിന്റെ അതിർത്തിയായി, ഇനി ഞാൻ പോയിക്കോളാം. അല്ല, കുറച്ചു ദൂരം കൂടെ.
അങ്ങനെ കുറച്ചു ദൂരം എന്ന് പറഞ്ഞിട്ട് ഇന്ന് നമുക്ക് ഒരുമിച്ച്, പിന്നെ ദിവസങ്ങൾ. പിന്തിരിഞ്ഞു നോക്കാത്തവൻ എന്ന പേരിൽ ഈ ശിഷ്യൻ അറിയപ്പെടുന്നുണ്ട്. ആകെ മാറ്റിമറിക്കുന്നു എന്ന് പറയാം. ഇങ്ങനെ ഒരു മാറ്റിമറിക്കലിന് നിരന്തരം ഈ നിഷേധാത്മകമായിട്ടുള്ള ചിന്തകളെ കൊണ്ട് പറയുന്നത് കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് ബുദ്ധൗ ശരണം അന്വിച്ച, അതിനെ നാം ശരണം ഗമിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ മാറി മറയും. നോക്കൂ, പരിശ്രമിച്ച് നോക്കാം ഭഗവാൻ എന്താ അടുത്തത് പറയുന്നു. ബുദ്ധിയുക്തോ ജഹാതീഹ ഉഭേ സുകൃത ദുഷ്കൃതേ തസ്മാദ് യോഗായ യുജ്യസ്വ യോഗഃ കർമ്മസു കൗശലം. പറയണു ഭഗവാൻ, ബുദ്ധിയുക്തൻ എന്ന് പറഞ്ഞാൽ സമബുദ്ധിയുള്ളവൻ. ആരുടെ ബുദ്ധിയാണോ യുക്തമായത്, ആ മനസ്സിനെയും ബുദ്ധിയെയും ഏകീഭവിപ്പിച്ചത്. എപ്പോഴും ഒരു സംഭാഷണം ഉണ്ടായിരിക്കത്തില്ല, മനസ്സും ബുദ്ധിയും തമ്മിൽ ഉണ്ടായിരിക്കണം. മനസ്സ് എന്ന് പറഞ്ഞാൽ ചഞ്ചലാത്മിക, ഇളകുന്നത്. അതുകൊണ്ടാണ് അതിനെ കുരങ്ങിനോട് സാദൃശ്യപ്പെടുത്തിയത്. നിശ്ചയാത്മിക ബുദ്ധി, ഉറപ്പുറ്റത്. തീരുമാനങ്ങളൊക്കെ അവിടെ നിന്നാണ് വരേണ്ടത്. ഭഗവാൻ പറയണു, ബുദ്ധിയുക്ത സമബുദ്ധിയുള്ളവൻ സുഹൃത ദുഷ്കൃതേ ഉഭേ. സുഹൃതം സത്കൃതമായിട്ടുള്ളത്, പുണ്യം. ദുഷ്കൃതേ പാപം. ഇങ്ങനെ പുണ്യപാപങ്ങളെ ഉഭേ രണ്ടിനെയും ഇഹ ജഹാദി ഇവിടെ ഉപേക്ഷിക്കുന്നു. അവൻ പുണ്യത്തിന്റെ പക്ഷമോ പാപത്തിന്റെ പക്ഷമോ നിൽക്കുന്നില്ല എന്ന്. നിങ്ങൾ പുണ്യവാളനാവാൻ ശ്രമിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ചെകുത്താനും ഉണ്ട് എന്ന് ഓർക്കുക. അതുകൊണ്ടാണ് ഭഗവാൻ ആദ്യം പറഞ്ഞത്, അർജുനൻ സുഹൃത്തിനെ എണ്ണിയതോടുകൂടി ശത്രു ഉണ്ടായിക്കഴിഞ്ഞു. നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എന്ന് നമ്മൾ പറയുമ്പം നമ്മൾ ഇതും കൂടെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? എനിക്ക് ഒരുപാട് ശത്രുക്കളുമുണ്ട്. നിങ്ങൾക്ക് സുഹൃത്തുക്കളും ഇല്ല ശത്രുക്കളും ഇല്ലെങ്കിലോ നിങ്ങൾ നിലനിൽക്കുന്നു. അതുകൊണ്ട് രണ്ടിലും ഇഹ ജഹാദി, ഇവിടെ ഈ ലോകത്ത് അവൻ അതിനെ അതിക്രമിക്കുന്നു, അതിവർത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ അജാത ശത്രുക്കളായിരിക്കണം. ജനിക്കാൻ പാടില്ല നമുക്ക് ശത്രുക്കൾ. നമുക്ക് ശത്രുക്കൾ ജനിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് മിത്രങ്ങളും ഉണ്ടായിരിക്കരുത്. സ്വാമി, ഇതെങ്ങനെയാ മനസ്സിലാവുന്നില്ലല്ലോ, അതെങ്ങനെ സാധിക്കും എന്നാണ് പറയുന്നത്. എനിക്ക് ഒരുപാട് എന്റെ ചുറ്റും ശത്രുക്കളാ സ്വാമി. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. അതെങ്ങനെയാ അറിയാം? എനിക്കറിയാം. കാരണം എനിക്ക് അവർ ശത്രുവാണ്. അത് തന്നെ. ആരാണ് ശത്രുവിനെ ഉണ്ടാക്കിയതെന്നറിയോ? നമ്മൾ ഇപ്പുറം കുറെ മിത്രങ്ങളെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ്. ഈ മിത്രങ്ങളെ മുഴുവൻ ഉപേക്ഷിച്ചാലോ ശത്രുക്കളും ഇല്ലാതെയാവും. അപ്പൊ ഇഹ ജഹാദി, ഇവിടെ അവർ വിട്ടുകളഞ്ഞിട്ട് എന്നിട്ട് എന്തു വേണം? തസ്മാത്, അതുകൊണ്ട് യോഗായ യുജ്യസ്വ, സമബുദ്ധി രൂപമായിട്ടുള്ള യോഗത്തിനായിക്കൊണ്ട് ത്വം യുജ്യസ്വ, നീ പരിശ്രമിക്കണം. നീ യുദ്ധം ചെയ്യേണ്ടത് ഇവിടെയാണ്. ഭഗവാൻ യുദ്ധത്തെ പറയുന്നത് ഇവിടെയാണ്. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ യുദ്ധം പറയാം. അപ്പൊ നിന്റെ പരിശ്രമം, നിന്റെ ശ്രദ്ധ ഈ വഴിക്കാവട്ടെ എന്ന് പറയാം. അതുകൊണ്ട് അർജുന, യോഗ കർമ്മസു കൗശലം, കർമ്മങ്ങളിലെ കുശലതയാണ് കൗശലം. ഭഗവാൻ ഇങ്ങനെ യോഗത്തെ നിർവചിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഭഗവത്ഗീത വിപ്ലവാത്മകമായിട്ടാണ്. ഇതുവരെ യോഗം എന്നൊക്കെ പറഞ്ഞാൽ എന്താണോ പറഞ്ഞിരുന്നത് അതല്ല ഭഗവാൻ ഇപ്പൊ പറയുന്നത്. ആ കാലത്ത് മുൻപ്, ആ കാലത്ത് തന്നെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള വാക്കുകളാണ് യോഗം, യജ്ഞം, കർമ്മം, സന്യാസം ഒക്കെ. അതിനൊക്കെ പുതിയതായിട്ടുള്ള നിർവചനങ്ങൾ ഭഗവാൻ കൊടുക്കുന്നു. അത് വ്യാസനിലൂടെ കൃഷ്ണൻ അവതരിപ്പിക്കണമെന്ന് പറയാം. ആദ്യം പറഞ്ഞു മനസ്സിന്റെ സാമ്യാവസ്ഥയാണ് യോഗം എന്ന്. പിന്നെ പറയുന്നു കർമ്മത്തിലെ കുശലതയാണ് യോഗം. യോഗ കർമ്മസു കൗശലം, കർമ്മങ്ങളിലെ കുശലത. യോഗ കർമ്മസു കൗശലം. കുശലത എന്ന് പറഞ്ഞാൽ കൗടില്യം എന്നല്ല, സൂത്രത്തിൽ ഓരോന്നും ചെയ്തു വെക്കുക. അറിവ് തന്നെയാണ് ഇവിടെ അതിനെ നിദാനമായിട്ട് നിലകൊള്ളുന്നത് എന്ന് പറയാം. കുശലസ്യ ഭാവം കൗശലം. ഇത് ആ സത്യം അറിഞ്ഞവന്റെ ഭാവം. അവനറിയാം എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ടാണ്.
ഞാൻ കേവലം ഉപകരണമാണ്. ആ അറിവില് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്വാമിജി ഒരു ഉദാഹരണം പറയാറുണ്ട്. അതായത് നമ്മള് ഈ ഓരോ സാധനങ്ങളൊക്കെ വാടകയ്ക്ക് എടുക്കല്ലേ, പല കല്യാണമൊക്കെ വീട്ടിൽ വരുമ്പം ഈ വെറ്റ് ഗ്രൈൻഡറൊക്കെ വാടകയ്ക്ക് എടുക്കും. വെറ്റ് ഗ്രൈൻഡർ എടുക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ കുറെ അരയ്ക്കാനൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ അതൊരു 2 ദിവസം മുൻപോ ഒക്കെ എടുത്ത് അതിൽ അരയ്ക്കല്, അല്ലെങ്കിൽ മോട്ടോർ ചില സമയത്ത് എടുക്കും. മോട്ടോർ എടുത്ത് കിണറ്റിൽ നിന്ന് വെള്ളം അടിച്ച് ഈ ടാങ്കൊക്കെ വാടകയ്ക്ക് എടുക്കുന്ന ടാങ്കുകൾ ഉണ്ടാവും, അതിലൊക്കെ വെള്ളം നിറച്ച് ഒക്കെ വെക്കാനൊക്കെ ചിലപ്പോൾ നമുക്ക് ആവശ്യം ഉള്ള ഈ വക സാധനങ്ങളൊക്കെ വാടകയ്ക്ക് എടുക്കും. പണ്ട് കാലത്തൊക്കെ ഈ VCR ഒക്കെ വാടകയ്ക്ക് എടുത്ത് സിനിമ കാണുമായിരുന്നു. ഇപ്പോഴൊക്കെ അത് കുറവാണ്. ശനിയാഴ്ച അത് വാടകയ്ക്ക് എടുക്കും. എന്നിട്ട് ശനിയാഴ്ചയും കാണും, ഞായറാഴ്ചയും കാണും. ഒരു അവധി ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ അത് നിരന്തരം മുഴുവൻ കാണും. അന്ന് അപ്പോൾ VCR ഒക്കെ വാടകയ്ക്ക് എടുക്കുമ്പോൾ എങ്ങനെയാ അത്? അപ്പോൾ പണ്ടൊക്കെ ഈ കല്യാണത്തിന്റെ ഒക്കെ കാസറ്റ് സൗജന്യമായിട്ട് കിട്ടും. ഇവരുടെ കുറച്ച് തല ഉണ്ടാവും, അതിലൊക്കെ എടുത്തിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി അത് മേടിച്ചു കൊണ്ടുവരും. പിന്നെ എവിടെയൊക്കെ കാസറ്റ് ഉണ്ടോ അതൊക്കെ എടുത്തു കൊണ്ടുവരും. സൗജന്യം കിട്ടുന്ന കാസറ്റുകളൊക്കെ ആദ്യം എടുക്കും, പിന്നെ ഇതിന്റെ കൂടെ കിട്ടുന്ന അതെടുക്കും, പിന്നെ ഇഷ്ടപ്പെട്ട സിനിമകളൊക്കെ എടുക്കും. അങ്ങനെ ഒരു അട്ടി കാസറ്റുമായിട്ട് ഇങ്ങനെ നിരന്തരം ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക രാവിലെ മുതൽ. അപ്പൊ ആ വീട്ടിലൊരു കാരണവര് ചോദിക്കുക, മോനെ ഇതിനൊന്ന് കുറച്ചൊരു വിശ്രമം കൊടുത്തുകൂടെ? അപ്പൊ ഓരോരുത്തരുടെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അടുത്ത് ഞാൻ അതിടും ഇതിടും എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണും. അപ്പൊ പറയാ, പിന്നെ ഇത് വാടകയ്ക്ക് എടുത്തതാ, മുതലാക്കണ്ടേ? ഇത് വാടകയ്ക്കെടുത്തതിനെ മുതലാക്കുക എന്നുള്ളൊരു പരിപാടി, ഒരു ചിന്ത നമ്മൾ വെച്ച് പുലർത്താറുണ്ട്. അതുകൊണ്ട് വാടകയ്ക്കെടുത്ത വസ്തുവിനെ കഴിയുന്നത്ര ഉപയോഗിച്ച് തിരിച്ചു കൊടുക്കുക, ഇതാണ് നമ്മുടെ ഒരു ഇത്. അതുകൊണ്ട് വെറ്റ് ഗ്രൈൻഡർ എടുത്തു കഴിഞ്ഞാൽ അടുത്ത ഒരു 2 ആഴ്ചയ്ക്കും കൂടെ ഉള്ളത് ആട്ടിയിട്ട് കൊടുത്താൽ മതി എന്ന് പറയും. അത് വീട്ടില് അവിടുത്തെ അമ്മായിയുടെ ഫ്രിഡ്ജിൽ കുറെ കൊണ്ടുവയ്ക്കും, അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവയ്ക്കും, നിറച്ചിട്ട് എല്ലാം ആട്ടിയിട്ട്. മോട്ടറാണെങ്കിൽ എന്നാൽ ശരി തെങ്ങിനൊക്കെ നനച്ചേക്കാമെന്ന് പറയും, എന്നിട്ട് അങ്ങോട്ട് അടിച്ചോളാൻ പറയും. അപ്പം ഇനി ഈ വക സാധനം ഇപ്പൊ ഒരു VCR എടുത്തു കൊണ്ടുവന്നു, അങ്ങനെ 1ാമത്തെ സിനിമ കണ്ടുകൊണ്ട് 1/2 മണിക്കൂറാകുമ്പോഴാണ് വീട്ടിന്റെ അടുത്തുള്ള ട്രാൻസ്ഫോമർ പൊട്ടിയത് എന്നും പറഞ്ഞിട്ട് അന്വേഷിച്ച് പറഞ്ഞു ഇനി ഒരു 3 ദിവസത്തേക്ക് ഉണ്ടാവില്ല. 3 ദിവസം കാണാൻ നിശ്ചയിച്ച നമ്മൾക്ക് പക്ഷെ തിരിച്ചത് കൊണ്ടു കൊടുക്കുമ്പോ അയാളോട് പറഞ്ഞാല്, അല്ല ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വാടക ഒഴിവാക്കി തരുമോ? ഇല്ല. അദ്ദേഹം പറയും ഇതിന് 24 മണിക്കൂറിന് വാടകയാണ്, നിങ്ങൾ കണ്ടാലും ശരി കണ്ടിട്ടില്ലെങ്കിലും ശരി, അതുകൊണ്ട് വാടക തന്നേ പറ്റൂ എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഈ ശരീരം ഉണ്ടല്ലോ, ഇത് ഒരു എന്താ പറയാ, ഇതൊരു വാടകയ്ക്ക് കിട്ടിയ ഒരു സാധനമാണ്.